അതുകൊണ്ടാണ് സാർ ഞാൻ വന്നത്. ശരി, എന്ത് ജോലി ചെയ്യുന്നതാണ് ഇഷ്ടം? എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം സാർ. എനിക്കൊരു ജോലി വേണമെന്നേ ഉള്ളൂ. ചേച്ചേ, അതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജോലി എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് എന്റെ ഒരു കടമയല്ലേ. എനിക്കങ്ങനെ പ്രത്യേകതയൊന്നുമില്ല സാർ. വെള്ളം കോരാം, വിറക് വെക്കാം, അടുക്കളയിൽ വെക്കാം, ചുവടി വെക്കാം, പാത്രം കഴുകാം. സാറിന് ഇഷ്ടമുള്ള ജോലി വന്നേക്കണം. ഇത് കണ്ടു എന്തോന്നാ സാർ? റോമാഞ്ച്. യുവാക്കളായാൽ അങ്ങനെ ഏത് ജോലിയും ചെയ്യാനുള്ള സന്നദ്ധ, അല്ലാതെ ഒരു പ്രത്യേക തരത്തിലുള്ള ജോലി ചെയ്യൂ എന്നുള്ള പരിപാടി. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. പോട്ടെ, ദേശം പോലും നിരാശനാക്കാം. നിങ്ങൾ ഇനിയും എവിടെയെങ്കിലും ജോലി അന്വേഷിക്കും. ആരെങ്കിലും നിങ്ങൾക്കൊരു ജോലി തരാതെ തീർച്ചയായും. അല്ല സാർ, ഇവിടെ അയ്യോ, ഇവിടെ ജോലി ഒന്നുമില്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കും. കിട്ടും, തീർച്ചയായും കിട്ടും. വിഷു കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും. അതിന് നിങ്ങളുടെ ശുപാർശയൊന്നും വേണ്ട. ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം തൊഴിലില്ലായ്മ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം നേരെ മറിച്ചാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്കിതൊന്നും അറിയില്ല സാർ. എനിക്കെന്തെങ്കിലും ജോലി കിട്ടിയാൽ മതിയായിരുന്നു. നിങ്ങളെപ്പോലുള്ള യുവാക്കൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. നമ്മുടെ ഭാരതം ഇന്നൊരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു ജോലി. പറയുന്നത് കേൾക്കൂ. ഈ സോഷ്യലിസം തന്നെ പല വിധത്തിലാണ്. രക്തരൂക്ഷിതമായ സോഷ്യലിസം, ജനാധിപത്യ സോഷ്യലിസം, ഇങ്ങനെ പല തരത്തിലുണ്ട്. അതിൽ ജനാധിപത്യ സോഷ്യലിസമാണ് നമ്മുടെ ലക്ഷ്യം. എനിക്കിവിടുത്തെ ഒരു കൂലിവേലക്കാരന്റെ ജോലി തന്നാലും മതി സാർ. നിങ്ങൾക്ക് ഈ ജോലിയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്നാൽ അങ്ങ് തീർത്ത് പറഞ്ഞേക്കാം, ഇവിടെ ജോലിക്ക് സൗകര്യമൊന്നുമില്ല. എന്നാൽ ഇതൊക്കെ നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്നെ ഇങ്ങനെ വസിക്കണമായിരുന്നു. മദ്രാശിയിൽ വന്നിട്ട് എത്ര നാളായി? കുറച്ച് ദിവസമേ. അന്ന് ഞാൻ ഇവിടെ വരുന്ന കാലത്ത് സ്ഥലത്തിനൊന്നും ഇത്രയേറെ വിലയോ ഇത്ര വലിയ കെട്ടിടങ്ങളോ ഒന്നും മദ്രാശിയിലില്ല. ഇവിടെ നിന്നും മൗണ്ട് റോഡിൽ കൂടെ നേരെ അങ്ങോട്ട് നടന്നാൽ സാർ, ഞാൻ പറഞ്ഞ കാര്യം അതിനെന്തോന്ന് പറഞ്ഞു? എന്റെ ജോലിയുടെ കാര്യം. ജോലിയോ? ഒരു രക്ഷയില്ല. ഇപ്പോൾ കമ്പനിയിൽ ഉള്ളവർ തന്നെ കൂടുതലാ. ഇത് നേരത്തേക്ക് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ജോലി അന്വേഷിക്കുമായിരുന്നല്ലോ. അല്ല, അനിയൻ കേൾക്കുന്നത് നല്ല രസമാ. ഒറ്റയ്ക്ക് രസിച്ചുണ്ടാവും. ഓ, മഹാദേവാ, മഹാദേവാ.
കാപ്പിക്കോ ഒന്നും എന്റെ പൈസ ഇല്ല. എങ്കിൽ പിന്നെ നേരത്തെ പറയാൻ തരായിരുന്നു. ഒരു ബക്കറ്റ് വെള്ളം കൂടെ കൊണ്ടുവച്ചാലേ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി? ഇതൊരു ബ്രാഹ്മൺ ഹോട്ടലാണ്. ഇവിടെ ബ്രാഹ്മണരെ ജോലിക്ക് വരും. ഞാൻ പുറത്തുള്ള എന്തെങ്കിലും ജോലി ചെയ്യുന്നതാണ്. ചേടാ, പുറം പണിക്ക് ഇപ്പൊ തന്നെ വേണ്ട ലഭ്യ ആളുകളുണ്ട്. ഇവിടെ ആവശ്യം ഒരു സപ്ലയറെ, അതിന് ബ്രാഹ്മണരെ വരും. അതുകൊണ്ട് നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല, പോവാം. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ ഇത്തവണ വേറെ എങ്ങനെയാ? ഓഹോ, അതോ നമ്മളെ പറ്റുവഴി കടയില് അരിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. നോക്കിയാണോ എടുത്തത്? വേവും കുറവാണ്, ചോറും കൂടുതലാണ്. വേവും കുറവാ, ചോറും കൂടെ ഉണ്ടാവുന്നത്. പിടിച്ചോ, പിടിച്ചോടാ, പിടിച്ചോ. സമ്മതിക്കല. എന്താ ഇവിടെ വെള്ളം? ഇത് മുഴുവനാണ് വേടിച്ച് മുമ്പിലേക്ക് വെച്ചെന്ന് 4 ഉണ്ടായിട്ടുള്ള അകത്തേക്കാക്കുമല്ലോ. ഇത് അപ്പുറത്ത് കൊണ്ടുവയ്ക്കാതെ ചേച്ചി ഇത് പോവാ. പതുക്കെ പതുക്കെ കാല് വെച്ചും എടോ നരസമുക്കൊക്കെ ഈ അരിക്കാട്ട് പിടിക്കുന്ന സ്റ്റോറി കൊണ്ടുപോയി. അതെ, തന്റെ മനസ്സിരിക്കട്ടെ വിട്ടല്ലേ. താൻ ഇവിടുത്തെ സൂപ്പർവൈസർ ആണെങ്കിൽ ഞാൻ ഇവിടുത്തെ ഹെഡ് കുക്കാണ്. അത് എന്താ വേണം വായി നോക്കിയിരിക്കുന്നത്? ചാക്കരപ്പിടിയടാ. എന്തോന്നാ ഇത്? പാത്രം. അതെനിക്ക് മനസ്സിലായി. ഇങ്ങനെയാണോ പാത്രം കഴിയുന്നത്? പിന്നെ എങ്ങനെയാ? പിന്നെ രാമ എന്നോട് മത്സരിക്കരുത്. ഞാനിവിടുത്തെ ഹെഡ് കുക്കാ. അത് ഞാൻ എന്ത് വേണം? പാത്രം കഴുകേണ്ട രീതിയിൽ കഴിയണം. അല്ലാതെ നിന്റെ കയ്യിലുള്ള അഴുക്കൂടി പാത്രത്തിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള പാത്രം എടുത്തോളൂ. പിന്നെ പിന്നെ എന്റെ കയ്യിൽ ഒത്തിരി അഴുക്കല്ലേ? കയ്യിൽ അഴുക്കില്ലെങ്കിലും മനസ്സിലുണ്ടല്ലോ. പിന്നെ ഇവിടെ പാത്രം കഴുകാൻ വരുന്നെന്ന് വെച്ച് വേണ്ടാത്തതൊന്നും എന്നോട് പറയരുത്. എന്റെ മനസ്സിൽ അഴുക്കുണ്ടെന്ന് സ്വാമിക്ക് എങ്ങനെ അറിയാം? നിന്റെ ശരീരത്തിൽ നോക്കി അറിയാമല്ലോ. നീ ഇത് രോഗിതല്ല. എന്ത് വേണോ നരസിംഹക്കൊക്കെ ഇവിടെ കിടന്നുകൊണ്ട് ബഹളം? എന്ന് പാത്രം കഴുകിക്കൊണ്ട് വന്നാലും ഒരു കുറ്റം മനസ്സിലാണ്. എങ്കിൽ സ്വാമിക്ക് തന്നെ അങ്ങോട്ട് കഴുകി എടുത്തൂടെ? പോട്ടെ രായമ്മേ, പോട്ടെ. അയാളുടെ പേര് പോലെ തന്നെ അയാളൊരു സിംഹമാ, നരസിംഹം. രായമ്മ പോയി ജോലി നോക്ക്, ചെല്ല്. രായമേ, എന്നാ കഴുകിക്കൊണ്ടുവാ.
കിട്ടിയിരുന്നെങ്കിൽ. ജോലി? അതെ സാർ, ഇവിടെ ഒരു സപ്ലയർ ആവശ്യമുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ. സപ്ലയറെ ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങൾ? ഞാൻ ബ്രാഹ്മണനാണ് സാർ. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഇതിനു മുമ്പ് സപ്ലൈ ജോലിക്ക് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? നിന്നിട്ടുണ്ട്. എന്താ പേര്? ബില്ലുവാതിരി അയ്യർ. സ്വദേശം? ആലപ്പുഴ. ഇവിടെ വന്നിട്ട് എത്ര കാലായി? 5-6 മാസമായി സാർ. തമിഴ് അറിയാമോ? ഞാൻ കൊഞ്ചം കൊഞ്ചം പേശും. എന്നാ കയറി ഒന്ന് ജോലി ചെയ്തു. 2-3 ദിവസം ജോലി ചെയ്തതിന് ശേഷം എങ്ങനെ ഇരിക്കണമെന്ന് നോക്കിയിട്ട് പിന്നെ സ്ഥിരപ്പെടുത്തുള്ളൂ. എന്താ സമ്മതമാണോ? സമ്മതമാണ് സാർ. വിട്ടാൽ സാമി ഇവിടെ വരെ ഇയാളെ കൂടെ സപ്ലൈ ആക്കി നിർത്തുക. എന്തൊക്കെ കാര്യങ്ങളാന്ന് വെച്ചാൽ പെട്ടല് പറഞ്ഞു. വാ തമ്പി. ഒന്നും നിന്നെ നിങ്ങളുടെ അല്ലെ സ്വന്തക്കാരും വ്യത്യാസമുണ്ടോ? ഇല്ല. എന്താ ചോദിച്ചത്? അല്ല, ഇന്ന് ഇവിടെ നിങ്ങളെപ്പോഴും തന്നെ ഒരാൾ വന്നിട്ട് ഒത്തിരി സാധാരണ അച്ചേരി പോയി. പല സ്വന്തക്കാരും ആണോന്നാണ് ഞാൻ ചോദിച്ചതാ. താൻ ഇതിനു മുമ്പ് എത്രയെല്ലാം ഹോട്ടലിൽ നിന്നിട്ടുണ്ട്? 3-4 ഹോട്ടലിൽ നിന്നിട്ടുണ്ട്. അവിടുന്നെല്ലാം മോഷ്ടിച്ച സാധനങ്ങളൊക്കെ എവിടെയാ വെച്ചിരിക്കുന്നത്? മോഷ്ടിച്ചു. പിന്നെന്താണോ താൻ അവിടെ നിന്നൊക്കെ പോകുന്നത്? ശമ്പളം കുറവായത് കൊണ്ട് ഞാൻ പോന്നതാണ്. ഓഹോ. തന്റെ പേരിലുള്ള പോലീസിന്റെ കേസൊക്കെ എന്തായി? കേസോ? എന്റെ പേരിൽ കേസൊന്നുമില്ലല്ലോ. ഇല്ലെങ്കിൽ വേണ്ട. വല്ല പോലീസ് കേസും ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അന്വേഷിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, വല്യസ്വാമിയാണ് ഇവിടെ പണം മുടക്കിയിരിക്കുന്നതെങ്കിലും ഈ കൊച്ചുസ്വാമി വിചാരിക്കുന്നത് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് എന്നെ വെറുപ്പിക്കാതിരുന്നാൽ തനിക്ക് കൊള്ളാം. ആർക്കെനിക്കോ? അല്ല, എനിക്ക്. ആ വിചാരം മനസ്സിലിരുന്നാ മതി. അതെ, വാ വാ. പോളപ്പ മര്യാദക്ക് സംസാരിക്കരുത്. പോളപ്പ 2 പെപ്പർ റോസ്റ്റ്. പെപ്പർ റോസ്റ്റ്. പേപ്പർ റോസ്റ്റ്. ഇവിടുന്ന് വരിക. അയ്യോ, ഇത് പുതിയ സപ്ലയറാ. പുതിയ സപ്ലയർ. എന്നെ പരിചയമുണ്ടോ? ഇല്ല. എന്നെ കണ്ടിട്ടേ ഞാൻ ഓർമ്മിക്കുന്നില്ല. ശരിക്കും ഓർമ്മിച്ചു നോക്കിയേ. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നല്ലോ. എവിടാ വീട്? എന്റെ വീട്. പിന്നെ എന്റെ വീട് എനിക്കറിയാൻ പാടില്ല. എന്റെ വീട് ആലപ്പുഴയാണ്. എന്താ പേര്? ബില്ലുവാതിരി അയ്യർ. ബില്ലുവാതിരി അയ്യരോ? നമ്മൾ എന്നെ തീരെ അറിയില്ലല്ലേ? ഇല്ല. അതോട്ട് ആൾ തെറ്റിക്കാണ്. വന്നാട്ടെ. ജയമാരതി അവതരിപ്പിക്കുന്ന കെ സുരേന്ദ്രന്റെ മായ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ മായ. സംഭാഷണം കെ സുരേന്ദ്രൻ തന്നെ. സംവിധാനം രാമു കാര്യാട്.
തനിക്ക് എന്നും ഈ പാരായ്ക്ക് ക്യാൻസർ വരാനുള്ള കാരണം എന്താണ്? എന്ത് ചെയ്യാ, ഓരോരുത്തരുടെ ശരീരപ്രകൃതി അങ്ങനെയല്ല. ഇത് വെച്ച് തൽക്കാലം ഇന്നത്തേക്ക് നാളെ ബെഡ്ഷീറ്റ് ഒക്കെ മേടിച്ച് തരാം കേട്ടോ. ആരെയാ വിളിച്ചത്? എടാ നിന്നെയല്ല വിളിച്ചെങ്കിൽ പിന്നെ നീ വിളി കേട്ടെന്തിനാ? ഞാനോ? നിന്നെ ഞാനും വച്ചാനും. നീ ആലപ്പുഴക്കാരൻ പുത്തമ്പരക്കൽ കറിയാവാപ്പഴയുടെ മാത്തുക്കുട്ടിയല്ലയോ? സത്യം പറ, സത്യം പറ, അതാണ് എനിക്ക് നല്ലത്. സ്വാമിയെ, ശരണമയ്യപ്പ, ശരണം വിളിച്ചാലൊന്നും ഞാൻ നിന്നെ വിടത്തില്ല. എടാ സത്യം പറ, നീ ആലപ്പുഴക്കാരൻ കറിയാമകൻ മത്തായിക്കുട്ടിയല്ലയോ? ആണ്. അങ്ങനെ പറ. എടാ ഞാനും ആലപ്പുഴത്തില് ജനിച്ചു വളർന്നവനാ. നീ ആലപ്പുഴ വെച്ച് എന്നെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. നീ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ഒരു ബ്രാഹ്മണ ഹോട്ടലിൽ കയറി ഒരു ക്രിസ്ത്യാനി ബ്രാഹ്മണനായിട്ട് നിന്നിരിക്കുന്നു. എടാ ഈ ജാതി മതം എന്ന് പറയുന്നുണ്ടല്ലോ, പിള്ളേരില്ലെന്ന് ഓർമ്മ. അയ്യോ സ്വാമി, ചതിക്കല്ലേ സ്വാമി. സ്വാമി സ്വാമി, നമ്മൾ രണ്ടുപേരും ആലപ്പുഴക്കാരല്ലേ സ്വാമി? എന്റെ വീട്ടിലെ സ്ഥിതി സ്വാമിക്ക് അറിയാമല്ലോ. അവിടെ ഒരു നിവൃത്തിയുമില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നൊരു ജോലിക്ക് വേണ്ടി ഞാൻ പലരോടും അപേക്ഷിച്ചു, ആരും എന്നെ സഹായിച്ചില്ല. അവസാനം ഒരു ഗത്യന്തരവുമില്ലാതെ ഞാൻ ഇന്നൊരു അവിവേകം കാണിച്ചു പോയതാണ് സ്വാമി. ഈശ്വരനെ വിചാരിച്ച് വലിയ സ്വാമിയോട് പറയരുത്. പറഞ്ഞാൽ ഉടനെ അദ്ദേഹം എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. പിന്നെ ഞാൻ ഈ മദ്രാസിലൊക്കെ തെണ്ടി നടക്കേണ്ടതായിട്ട് വരും. ഏതായാലും നമ്മൾ രണ്ടുപേരും ഒരു നാട്ടുകാരായി പോയില്ലയോ? ഇതിനാണോ താൻ ഈ തലയൊക്കെ മൊട്ടയടിച്ചത് മാത്യു? അല്ല വിനോദിയേരെ, ഏതായാലും വേഷം കെട്ടിയ സ്ഥിതിക്ക് സൂക്ഷിക്കണം. ഒരു മസാല, രണ്ട് പേപ്പർ റോസ്റ്റ്, എനിക്ക് തൈര് വേണം. ചട്നി അല്ലേ വേണ്ട, സാമ്പാറാണ് വേണ്ടത്. പൂരി മസാല, തൈര് വട, പേപ്പർ മസാല. ഇവിടെ തൈര് വടയാണ് കേട്ടതോ? എത്രയോ നാളായി പാത്തിരിക്കുന്നത്. മാറ്റില്ല പോകോ? ഞാൻ തൈര് വട ഒന്ന് രണ്ട് ദിവസങ്ങളുണ്ട്, എല്ലാം ശരിയായിക്കോളും. ഓഹോ, അപ്പോ 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങളിവിടെ കാപ്പ് കുടിക്കാൻ വന്നാൽ മതി. ഇത് അല്ല, അയ്യോ അങ്ങനെ പറയാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാനത് ചെയ്തേക്കാം. വിശേഷമൊന്നും വേണ്ട, കുറച്ച് സാമ്പാർ കഴിക്കാൻ കൊള്ളാം. കുറച്ച് സാമ്പാർ എടുത്തോട്ടോ.
അയ്യോ സ്വാമി, എന്നെ ഇവിടുന്ന് പിരിച്ചുവിടല്ലേ സ്വാമി. തന്നെ ഞാൻ ഇവിടെ പിരിച്ചുവിട്ടില്ലെങ്കിൽ ഈ നാട്ടുകാരെല്ലാം കൂടെ എന്നെ ഇവിടെ വെച്ചു പോയിക്കോട്ടെ. ഓരോന്ന് കയറിക്കൊള്ളു. എന്ത് വേണം? വലിയ സ്വാമിയെ ഒന്ന് കാണണം. അച്ഛാ. എന്താ മോളെ? ദേ ഇവിടെ ഒരാൾ അന്വേഷിക്കുന്നു. എന്താ പോയി? പോകാൻ ഭാവിക്കുകയാണ്. ടീച്ചറോടല്ല. താനെന്താ പോകാതെ ഇവിടെ തന്നെ കിടന്നു? ഞാൻ എവിടെ പോകാനാ സ്വാമി? ഇവിടുന്ന് പോയാൽ പിന്നെ ഞാൻ തെണ്ടി നടക്കുന്ന സ്വാമി. എന്ന് പറഞ്ഞാൽ ജോലി അറിയാൻ പാടില്ലാത്ത തന്നെ ജോലിക്ക് വെക്കാനോ? ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ലേ? താൻ പോയി ജോലി പഠിക്കൊണ്ടു വാ, ഞാൻ ജോലി തരാം. എങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യണോ സ്വാമി? വിറക് വെട്ടുകയോ വെള്ളം കോരുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനൊന്നിനും അവിടെ ആളിനെ ആവശ്യമില്ല. എന്ത് ജോലി ചെയ്തിട്ടായാലും 10 രൂപയെങ്കിലും വീട്ടിലേക്ക് അയച്ചു കൊടുത്താൽ അത്രയുമായി. അച്ഛനും അമ്മയും 3 സഹോദരിമാരും. മൂത്ത സഹോദരി വിവാഹപ്രായമായി നിൽക്കുകയാണ്. അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരു മാർഗവുമില്ല സ്വാമി. ഞാനാണെങ്കിൽ പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായ വർഷം മുതൽ ഒരു ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. ആരും എനിക്കൊരു ജോലി തന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായ ആളാണോ? അതെ സ്വാമി. എന്നിട്ടാണോ നിങ്ങൾ ഹോട്ടൽ സപ്ലൈയുടെ ജോലിക്ക് വന്നു? എന്ത് ചെയ്യാൻ സ്വാമി, ജീവിക്കണ്ടേ? പരീക്ഷ പാസ്സായി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സപ്ലൈയുടെ ജോലിക്ക് വയ്ക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത്. അച്ഛാ, അച്ഛൻ വിചാരിച്ചാൽ ഹോട്ടലിൽ തന്നെ വേറെന്തെങ്കിലും ജോലി കൊടുക്കാൻ പറ്റില്ലേ? വേറെ എന്ത് ജോലി കൊടുക്കാൻ? വില്വാതിരിക്ക് കണക്കെഴുതാൻ അറിയാം? അറിയാം സ്വാമി. ശരി, നാളെ മുതൽ കടയിൽ വന്ന് കണക്കെഴുതിക്കോളൂ. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. എന്നാലും വില്വാതിരിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യണം. സ്വാമി ദൈവം രക്ഷിക്കും. രക്ഷിച്ചോട്ടെ, പൊക്കോളൂ. ബഹുമാനപ്പെട്ട അപ്പച്ചനും അമ്മച്ചിയും വായിച്ചറിയുവാൻ. ആഹാ, എനിക്കും കൂടിയാണല്ലോ. ഞാൻ അവിടെ നിന്നും പോന്നതിന് ശേഷം ഇതുവരെ കത്തൊന്നും അയക്കാതിരുന്നതിൽ എന്നോട് പരിഭവിക്കരുതെന്ന് അപേക്ഷ. എന്റെ വേല മനസ്സിലിരിക്കട്ടെ. ഞാൻ ഈ കത്ത് എഴുതുന്നത് മദ്രാസിൽ ഇരുന്നു കൊണ്ടാണ്. കർത്താവേ, നീ അവിടെ എത്തിയ? ആരെ? കർത്താവോ മത്തായിക്കുട്ടി? നീ വായന ദോഷം. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ട് കത്തയക്കാമെന്ന് കരുതിയത് കൊണ്ടാണ് ഇത്രയും താമസിച്ചത്. ഇപ്പോൾ എനിക്കിവിടെ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ മാസവും കൃത്യമായി പണം അയച്ചു തന്നുകൊള്ളാം. വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളെ കുറിച്ചും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓർമ്മയില്ലാതെ കാര്യമില്ലല്ലോ. അവൻ എന്റേതല്ലേ മകൻ. ഓ, ഇനിയിപ്പൊ അവകാശക്കാരെ അറിഞ്ഞിരിക്കുകയാണ്. നീ വായന. നമ്മുടെ റോസമ്മയ്ക്ക് ബാക്കി വായനടി. റോസമ്മക്ക് നമ്മുടെ റോസമ്മയ്ക്ക് നീ എന്താണ് ഈ റോസമ്മക്ക് ചുറ്റും കിടന്ന് കാണുന്നത്? വായിച്ചു പോടി. റോസമ്മയ്ക്ക് എന്താ മോളെ? ഇടി, റോസമ്മയ്ക്ക് എന്താ പറ്റിയെന്ന്? നമ്മുടെ റോസമ്മയ്ക്ക് വന്നിട്ടുള്ള കല്യാണാലോചന. പാർട്ടി സാറിന്റെ ചിട്ടി പിടിച്ച് ആ കല്യാണം നടത്തണം. ചിട്ടിക്ക് അടയ്ക്കാനുള്ള രൂപ കൂടി ഞാൻ ഇവിടെ നിന്ന് അയച്ചു തന്നുകൊള്ളാം. അപ്പച്ചനും അമ്മച്ചിക്കും റോസമ്മയ്ക്കും ചിന്നമ്മയ്ക്കും കുഞ്ഞുമോൾക്കും സൗഖ്യമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഒരു കൂട്ടുകാരനോടൊന്നിച്ചാണ് താമസിക്കുന്നത്. അതുകൊണ്ട് എനിക്കുള്ള കത്ത് ആ കൂട്ടുകാരന്റെ കെയർ ഓഫിൽ അയച്ചു തന്നാൽ മതി. അഡ്രസ് താഴെ കുറിക്കുന്നു. KP മാത്യു, കെയർ ഓഫ് വില്ലാതിരി അയ്യർ, ഹോട്ടൽ ലക്ഷ്മി നിവാസ്, മദ്രാസ് 34.
ഞങ്ങളുടെ മത്തായിക്കുട്ടി മദ്രാസിൽ നിന്ന് കത്തയച്ചപ്പോ ഞാനിവിടെ വന്ന് വിവരം പറയാതിരിക്കുന്നത് ശരിയാണ്. അതുകൊണ്ട് അങ്ങനെ വന്നേ ഉള്ളൂ. അല്ലേ, അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മദ്രാസിൽ നിന്നല്ല എവിടെ നിന്ന് കത്തയച്ചാലും കല്യാണം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെങ്കിൽ ഇനി അങ്ങനെ പഴയതുപോലെ ആലോചിച്ചും പറഞ്ഞ് സമയം കളയാൻ പറ്റിയല്ല. അതുപോലൊരു കാര്യം ഒന്ന് വീണിട്ടുണ്ട്. എന്താണ്? ചെറുക്കൻ വല്ല നടപടി പേശും തുടങ്ങി? നടപടി പശുക്ക ജോലി കിട്ടിയോ? അത് കടാ. അവനെ ഞാനാണ് പറ്റത്. അപ്പൊ പിന്നെ ഒത്തിരി തെറ്റുകയല്ലേ. പിന്നെ ഏതാണ്ട് കാര്യമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ എന്നതാണ്? അതാ അതറിയല്ലേ പുള്ളിക്കാരനല്ലേ ഇതെല്ലാം പറഞ്ഞു ഒപ്പിച്ചത്. നീ ചെന്ന് പുറത്തായിട്ട് വരാം. ഇപ്പൊ വിളിക്കണം. നീ ചെന്ന് പിന്നീട് പിടിച്ചിടുക. ഇവിടെ അന്നുമ്മേടാണ്ടിരിക്കണ അന്നുമ്മയുടെ അങ്ങനെ വന്നിട്ടുണ്ട്. ചാണ്ടിയച്ച് വന്നിട്ടുണ്ടോ? എന്നിട്ട് എവിടെ? അകത്തുണ്ട്. സ്വല്പം ഇപ്പൊ വരും. ഈശോ വിഷയാക്കി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചാണ്ടിക്കുഞ്ഞു ഇങ്ങോട്ടിരിക്കെ. ഞാൻ ഇങ്ങോട്ട് പോരുന്ന വരിക ചെറുതായിട്ടൊന്ന് മിനിഞ്ഞു ആ കെട്ടുപാടിക്കിടന്ന് ഞാൻ അങ്ങ് ഉറങ്ങി. അത്രേ ഉള്ളു. അവിടെ അറിയോ, അനന്തരക്കാരൻ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു? നമ്മുടെ ജോണിക്കുട്ടിയുടെ ജോലിയുടെ കാര്യം അതൊന്ന് പറഞ്ഞേ, കറിയാച്ചി കേക്കട്ടെ. അതോ, ഞങ്ങളുടെ അടുത്തൊരു വണ്ടിക്കൂടും, അവിടെ ഒരു ഒഴിവ്, അത് ജോണിക്കുട്ടിക്ക് കൊടുത്തേക്കാമെന്ന് വാങ്ങും. പക്ഷേങ്കില് കെട്ടിടം പഠിച്ചിട്ടും പറഞ്ഞ് ഒരു 2000 രൂപ അങ്ങോട്ട് കൊടുക്കണം. എന്നാലും ദോഷമില്ല, വാദ്യാർ ജോലിയാ, വിടാൻ കൊള്ളാമോ? കൊള്ളാം. അതുകൊണ്ട് ഉടനെ ചെറുക്കനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ച് രൂപ വാങ്ങിച്ച് പള്ളിക്കൂടത്തിൽ കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി ഞാനിവിടെ വന്നപ്പോഴാണ് നമ്മൾ തമ്മില് ഇങ്ങനെ ഒരു ആലോചനയുള്ള കാര്യം ഞാൻ അളിയനോട് പറയാം. രൂപ ഉണ്ടല്ലോ. രൂപയുടെ കാര്യം അല്ല, രൂപയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. കറിയാച്ചൻ വിഷമിക്കണ്ട. ചോദിക്കുന്ന രൂപ തന്ന് ചെറുക്കനെ എടുത്തോളാന്ന് പറഞ്ഞ് ആളുകൾ പുറകെ നടക്കുകയാണ്. ആ കുമ്പളങ്ങിക്കാരെ അളിയനോട് എന്താണ് അറിയാൻ പറഞ്ഞത്? അത് നമ്മുടെ കൈ നീട്ടാത്ത കുറ്റമല്ലേ ഉള്ളൂ. രൂപ ഇങ്ങോട്ട് പുറകെ നടക്കുക. മുഹമ്മദാരോ അവരിവിടെ രൂപ കൊണ്ടി വെച്ചിട്ട് പോയിട്ട് അടിയിലല്ലേ തിരിച്ചുകൊണ്ടി കൊടുത്തത്. പിന്നെ ഞാനെന്നാ പറയാറേ, ഇതാണ് അവസ്ഥ. എന്നാലും നമ്മൾ തമ്മിൽ നേരത്തെ ഒരു വാക്കുള്ളതാണല്ലോ എന്ന് കരുതി ചോദിക്കുക. എന്താ എന്താ ചോദിച്ചത്? എന്താ നാടകോട്ടാണെന്ന് കഴിഞ്ഞു ഇക്കാലത്തിന് ഒരു അതിര് വേണം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പാടണ്ടാന്ന്. ഞങ്ങളെല്ലാം കൂടി നിർബന്ധിച്ചോണ്ടാ അമ്പി ഒരു പാട്ട് പാടിയത്. ഇതിന് ചുറ്റും താമസിക്കുന്ന വലിയ വലിയ ആളുകളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്റെ ഹോട്ടലിലെ ജോലിക്കാരെ ഈ അർദ്ധരാത്രിക്ക് ഇങ്ങനെ ഇടുന്ന് വിളിച്ചു പോയാൽ അതിന്റെ പിടിപ്പുകേട് ഇരിക്കാം. അത് നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞു. സ്വാമി, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പാടിപ്പോയത്. ഇനി ഒരിക്കലും ഞാൻ പാടില്ല. വിദ്യാർത്ഥികൾ പുതിയ ആളായതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. ഇനിമേൽ ഇതുപോലെ എന്തെങ്കിലും കണ്ടുപോയാൽ പറയുന്നു. നിങ്ങൾ എല്ലാവരും കാരണം എന്റെ പള്ളക്കടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 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 സാമ്പാർ ഒഴിച്ച് പിരിച്ചു വിട്ടത് ഞാൻ. സാമ്പാർ വേറെ പാട്ട് വേറെ. അത് സ്വാമിക്ക് നല്ലോണം അറിയാം. എന്തൊരു ഗ്യാസ് സ്റ്റൗണ്ട്. നിങ്ങളെല്ലാം കിടന്നു തുടങ്ങി. ഞാൻ ഒന്ന് നടന്നിട്ട് ഗ്യാസ് കൊതിച്ചുകളാ. തനിക്കൊന്നും ഗ്യാസ് ഇല്ലാത്തിന് ഞാനെന്താ വേണം? ഞങ്ങൾക്ക് വേറെ കൊട്ടാക്കിക്കല്ലേ കേട്ടോ. ഇവിടെ അച്ഛനെ കാണാൻ വന്ന ആളല്ലേ പാടിയത്? അതെ അതെ, എല്ലാവരും കൂടെ നിർബന്ധിച്ചാൽ വിശ്വാസത്തിൽ പാടാതിരിക്കാൻ പറ്റും. വിശ്വാസത്തിൽ പുതിയ ആളാണ്. നല്ല ജ്ഞാനമുള്ള ആളാണെന്ന് തോന്നുന്നു അല്ലേ? എന്തൊക്കെ ആയാലും ബ്രാഹ്മണനല്ലേ, ജന്മസിദ്ധമായ വാസന കാണാതിരിക്കും. നീ പോയി കിടന്ന് പറയുമ്പോ നമസ്കാരം. എന്താ വിശ്വാസി, ഇന്നലെ പാടിയതിന് ശകാരിച്ചതിൽ വിഷമം തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പാട്ട് മോശമായതുകൊണ്ടോ വില്വാസിനോടുള്ള വിരോധം കൊണ്ടോ ഒന്നും അല്ല അങ്ങനെ പറഞ്ഞത്. അത് തുടർന്നുകൊണ്ട് പോയാൽ നമ്മുടെ ഈ ഹോട്ടലിന്റെ അച്ചടക്കത്തിന് ഭംഗം വരും. അതുകൊണ്ടൊന്ന് വിരട്ടിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വില്വാസിയുടെ പാട്ട് ഗംഭീരായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനൊരു സംഗീത ഭ്രാന്തനാണ്.
വില്ലുവാതിരി ആരടുത്ത ശിക്ഷപ്പെട്ടത്? ഞാനങ്ങനെ പ്രത്യേകിച്ച് ആരുടെയും കൂടെ പഠിച്ചിട്ടില്ല. വല്ലവരൊക്കെ പാടുന്നത് കേട്ട് ഞാനും പാടുന്നു എന്നേ ഉള്ളൂ. പക്ഷെ വില്ലുവാതിരിയുടെ പാട്ട് കേട്ടാൽ അങ്ങനെ തോന്നുന്നില്ലല്ലോ. ബ്രാഹ്മണനല്ലേ, ഞാനും വാസനയൊക്കെ കാണും. അടുത്ത വിജയദശമി ദിവസം വില്ലുവാതിരി എന്റെ വീട്ടിലേക്കൊന്ന് വരണം. അന്ന് വില്ലുവാതിരിയുടെ പാട്ട് എനിക്ക് വിശദമായിട്ടൊന്ന് ആസ്വദിക്കണം. എന്താ പാടിക്കൂടെ? ഓ, പാടാം. അടുക്കളയിൽ ആളില്ല. നരസിംഹം പാർട്ടി ഇവിടെ പോയി. പാർട്ടിയൊക്കെ ഉണ്ട്. നരസിംഹം എന്താ രഹസ്യമാണോ? ഇത് താഴെ ഞാൻ നേരെ വെളുത്തപ്പെടെ അറിഞ്ഞേ. സ്വാമി അറിയിക്കാതെ ഒതുക്കി തീർക്കാന്ന് വിചാരിച്ചു. ഞാൻ അവിടെ വരെ പോയിച്ച് വന്നതല്ലേ. എന്നിട്ട് സ്വാമി എല്ലാവരുടെ കാര്യം തീരുകയെന്ന് അയാൾ പറയുന്നു. ഓഹോ, ഇനി ഞാൻ ചെല്ലണം. വേറെ ആരുടെ അടുത്തൊക്കെ ജോലി നോക്കാൻ പറയും. അയ്യോ, അത് പറ്റിയില്ല. പിന്നെ ഞാൻ ഇവരൊക്കെ പുറകെ നടക്കണമെന്നാണ് താൻ പറയുന്നത്. അവരവന്റെ പോകിയോ പോട്ടെ. പക്ഷേ വല്ല പോലീസ് കേസും ഉണ്ടായാൽ സ്വാമിക്ക് നാശമായല്ലോ. അല്ല, അയാൾ ഇവിടുത്തെ ശമ്പളക്കാരനായി പോയില്ലേ. ഏതായാലും വില്ലുവാതിരി കൂടെ ഇയാളുടെ കൂടെ ഒന്ന് പോയിട്ട് എനിക്ക് പകരം ചെന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഇല്ല. എല്ലാം വിട്ടല് പറഞ്ഞ് മനസ്സിലാക്കി വേഗം പോയിട്ട്. വല്യസ്വാമി വന്നാൽ പിന്നെ കടയിൽ ആരുമില്ലെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് വല്യസ്വാമിക്ക് പകരം കൊച്ചുസ്വാമി അയച്ചിരിക്കുക. തനിക്ക് ഈ നരസിംഹത്തിന് ഇവിടുത്തെ കൊണ്ടുപോകാമെന്നുണ്ടോ? അയ്യോ, നരസിംഹം വന്നില്ല. ദോശക്കല്ല് അടുപ്പേ കയറിയല്ല എങ്കിൽ മര്യാദയ്ക്ക് വല്യസ്വാമിയോട് വരാൻ പറ. അല്ലെങ്കിൽ ഇവനെ ഇവിടെ പല വീടായി കെട്ടിത്തു. ചതിക്കല്ല് കേട്ടോ. എന്റെ നിത്യകർമ്മങ്ങളും ഗായത്രി ജപങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഒന്നും രണ്ടും ചിലപ്പോ ഇവിടെ നടന്നെന്നും വരും. നിങ്ങൾ പാവത്തിനെ അഴിച്ചു വിടുന്നുണ്ടോ ഇല്ലയോ? ബ്രാഹ്മണശാപം ഉണ്ടാവും കേട്ടോ. എണ്ടിപ്പോകരുത്. ചവിട്ടി നിന്റെ നട്ടലൊടിച്ചു കളയില്ല. പറഞ്ഞേക്കാം. അയാളെ ഒന്ന് അഴിച്ചു വിട്ടേരെ. കടയിൽ ആരുമില്ല, ഞങ്ങൾക്ക് പോകണം. ഞാൻ പറഞ്ഞത് മനസ്സിലായി. വലിയ സമയം ഒന്ന് പറഞ്ഞാൽ വിടും, അല്ലെങ്കിൽ വിടില്ല. ഞാൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. അല്ലേ, ഞാൻ അതങ്ങ് മറന്നുപോയി കേട്ടോ. താൻ വാക്ക് പറഞ്ഞാൽ മാറുന്നതല്ല എനിക്ക് നല്ലപോലെ. അതുകൊണ്ട് താൻ അഴിക്കേണ്ടത് ഞാൻ അഴിച്ചോളാം. കേട്ടോ? ചുമ്മാ ഇങ്ങനെ ഉണ്ടോടാ ഒരു വാശി. ഒട്ടുപോലും കെട്ടടിക്കരുതെന്ന് ഞാനാണ് പറഞ്ഞത്. നമുക്ക് സമാധാനം ഉണ്ടാക്കാമെന്ന് ഞാദ്യമായി നരസിംഹത്തിനെ ഒന്ന് കുളിപ്പിക്കട്ടെ. എന്നാൽ അതൊന്ന് അറിയണമെന്ന്
ഇനി തന്നെ ഇവിടെ ജോലിക്ക് ആവശ്യമില്ല, എവിടെ വേണമെങ്കിൽ പോകും. ആ വൗച്ചർ ഒപ്പിടിച്ച് മേടിച്ചു. ഓഹോ, അപ്പൊ പിരിച്ചുവിടാൻ വേണ്ടിയാണ് അഴിച്ചുകൊണ്ട് പോകുന്നല്ലേ? ആട്ടെ, ഞാൻ കണ്ടോളാം. കൂടെ കൂടെ ഗ്യാസുകൾ ഉണ്ടായപ്പോഴേ ആലോചിക്കേണ്ടതായിരുന്നു. ആ വൗച്ചർ ഒന്ന് ഒപ്പിട്ട് തന്നേക്കും. എടാ, അയ്യോ, വലിയ സ്വാമി പറഞ്ഞിട്ടാ. നിന്റെ വലിയ സ്വാമിയുടെ തന്ത പെരിയ സ്വാമിയോട് പറ ഒപ്പിട്ട് തരാൻ. ആ സ്വാമി അടക്കാനിറങ്ങിയതായിരിക്കും. ഗ്യാസ് പകലും ഉണ്ടോ സ്വാമി? ഗ്യാസ് എനിക്ക് അവന്മാരോടൊന്ന് ചോദിക്കാനുണ്ട്. അതൊക്കെ പിന്നീട് സൗകര്യം പോലെ ചോദിക്കാം. ഇപ്പൊ കച്ചവട സമയമാണ്. വെള്ളം ഉണ്ടാക്കാതെ കടയുടെ ഭാഗത്തുനിന്ന് പോകണം. അത് വേറെ എല്ലാവരോടും പറഞ്ഞാൽ എന്റെ വീട്ടിൽ വന്ന് എന്നെ അടിച്ചിട്ട് പോകുന്ന യുവമാരുടെ കുടലെടുക്കാതെ ഞാൻ പോകത്തില്ല. ഇതൊക്കെ വിടണമെന്നുള്ളതാണ് ചോദിച്ചത്. പോലീസിനെ വിളിക്കാതെ താൻ പോവില്ല അല്ലെ? പോലീസ് അല്ല, ദൈവം വന്നാലും ഞാൻ പോകത്തില്ല. ഒന്ന് അവന്മാര് അല്ലെങ്കിൽ ഞാൻ. ഇന്ന് രണ്ടിനൊന്നും തീർക്കാം. അവരെ ഇങ്ങോട്ട് ഇറക്കി വിടുന്നു, ഞാൻ അങ്ങോട്ട് പോകും. ശരി, ഞാൻ തന്നെ അങ്ങോട്ട് പോയിക്കണേ. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വലിയ ചായ ഞാൻ എടോ ആ സത്യം കൊണ്ട് തരാം. ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ടില്ല, അവന്മാരെ ഇറക്കി വിടാതെ ഞാൻ വരത്തില്ല. ഞാനല്ലേ വിളിക്കുന്നത് ഇങ്ങോട്ട് വരാൻ. വിട്ടു സ്വാമി. എനിക്കായി കാണിക്കുന്നത് കടയിൽ കച്ചവടം നടക്കുന്ന അവസരത്തിലാണ് ഇവിടെ ഒന്ന് ബഹളം കൂട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അവരെന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഇട്ടിച്ച് നാശമാക്കിയാൽ എനിക്ക് സങ്കടം തോന്നത്തില്ല സ്വാമി. അവന്മാരെ കൊല്ലാതെ ഞാനൊന്നും പോകത്തില്ല. സംഭവിച്ചതിനൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. താൻ ഇതിന് പോയി വല്ല മരുന്നാറ്റ് കഴിച്ചോണ്ട് കഴിയും. ഈ രൂപയൊന്നും എനിക്ക് വേണ്ട സ്വാമി. അവരെ ഇങ്ങോട്ട് തന്നാ മതി. ഞാൻ അവരോട് കണക്ക് പറഞ്ഞോളാം. ആ കാര്യമൊക്കെ ഞാൻ ഏറ്റെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ ഈ രൂപ പിടിക്കും. സ്വാമി ഇതിന് സമാധാനം ഉണ്ടാക്കൂ. ഉണ്ടാക്കാം. ഇതാ നിങ്ങൾ ഈ രൂപ വാങ്ങി. സ്വാമി എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ലെന്ന് വേണം. ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ ചോറ് കൂടെ ഞാൻ ഉണ്ടിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ഇപ്പോ ഞാൻ പോകുന്നു. എടാ വിട്ടല്ലേ? ആ, നിന്നോട് കൂടിയാ ഞാൻ പറയുന്നത്. രണ്ടിനെ ഞാൻ എടുത്തോളാം. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ വരുന്ന ബഹളം ഉണ്ടാക്കുന്ന എന്തിനാണ്? അവ കത്തി വാങ്ങിക്കുന്നത് വെറുതെ. അവന്റെ വീട്ടിൽ ചെന്നവന്റെ പെണ്ണിനെ അവമാനിച്ചു പോലെ അവനെ വരച്ച് കല്ല് കൊടുത്ത് അവന്റെ വെറുതെ. 25 രൂപയാണ് അവന് കൊടുത്തത്. അത് നിങ്ങൾ രണ്ടുപേരും കൂടി പറ്റെടുക്കും. സാമ്യം പറ്റി അവൻ അനാവശ്യം പറഞ്ഞതിനല്ല ഞങ്ങൾ അവനെ തൂത്തുവാരിട്ട് ഇടിച്ചത്. എങ്ങനെ എന്നെ പറ്റി അനാവശ്യം പറഞ്ഞത് അവനോ? അതെ സ്വാമി. സ്വാമിയെ പറ്റി അവൻ അനാവശ്യം പറയുന്നത് കേട്ട് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ അവനെ തല്ലിപ്പോയതാ. ആ സ്വാമി, ആഹാ, അങ്ങനെയാണോ? അവൻ എന്നെ പറ്റി അനാവശ്യം പറഞ്ഞു അല്ലേ? ആ, എന്നാലേ ആ 25 രൂപ എന്റെ പറ്റ അവിടെ. നിങ്ങളുടെ കെയർ ഓഫിൽ മാത്യു എന്നൊരാൾക്ക് ഒരു കത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് ചോദിച്ചാണ്. മാത്യുവിനെ നിങ്ങൾ അറിയില്ല? ഓ, മാത്യു. അങ്ങനെ ഒരു സ്നേഹിതൻ എനിക്കുണ്ട്. ഇവിടെ അടുത്തുള്ള ഒരു കമ്പനിയിലാണ് അയാൾക്ക് ജോലി. അയാൾക്ക് എന്താ വീട് കൂടുവൊന്നുമില്ല? അയാൾക്ക് താമസിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് എന്റെ കെയറപ്പിൽ കത്ത് എഴുതിക്കോട്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആ കാര്യം മറന്നുപോയി. ശരി, എന്നാൽ അയാൾക്ക് കൊടുത്തേക്കും. ഞാൻ വഴിക്ക് വെച്ച് പോസ്റ്റ്മാനെ കണ്ടപ്പോൾ അയാൾ തന്നതാ.
അച്ഛനും അമ്മയും 3 സഹോദരിമാരും ഉണ്ട്. സഹോദരിമാരുടെ വിവാഹമൊക്കെ കഴിഞ്ഞോ? ഇല്ല, മൂത്തവൾക്ക് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് വീട്ടിൽ നിന്ന് ഒരു കത്തുണ്ടായിരുന്നു. എന്താ വിവാഹം തീരുമാനിച്ചെന്നാണോ? തീരുമാനമൊക്കെ ആയി. പക്ഷേ അതിനിടയിൽ എന്താ ഒരു പക്ഷേ? ചെറുക്കന് എന്തോ ഒരു ജോലിക്ക് വേണ്ടി 2000 രൂപ കൊടുത്തേ ഈ വിവാഹം നടക്കൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓഹോ, 2000 രൂപയുടെ പയ്യനാണ്. ആ കല്യാണം നടന്നാൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പണത്തിന്റെ കാര്യത്തിലാണ് സ്വാമി കുഴപ്പം. വില്വാസിയുടെ വീട്ടുകാർ വിചാരിച്ചാൽ ഇത്രയും പണം ഉണ്ടാക്കാൻ പറ്റും? ഒരു നിവൃത്തിയില്ല സ്വാമി. ഞാൻ നാട് വിട്ട് തന്നെ എന്റെ സഹോദരിമാരുടെ കല്യാണത്തിന് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മൂത്ത സഹോദരിയുടെ കല്യാണമെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അത്രയ്ക്കും ആശ്വാസം ഉണ്ടായേ. അത് ശരിയാണ്, പക്ഷെ രൂപ ഇല്ലല്ലോ. സ്വാമി വിചാരിച്ചാൽ 2000 രൂപ തന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയും. 2000 രൂപയോ? അതെ സ്വാമി, സ്വാമി പറയുന്ന ഏത് വ്യവസ്ഥയും ഞാൻ അനുസരിക്കാം. എന്റെ സഹോദരിയുടെ വിവാഹകാര്യമായതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ അപേക്ഷിക്കുകയാണ്. രൂപ എന്നാ വേണ്ടത്? 1000 രൂപ ഉടനെ കിട്ടിയാൽ ഉപകാരമായി. ബാക്കി 1000 രൂപ കല്യാണ ദിവസം കൊടുക്കത്തക്ക വിധത്തിൽ തന്നാൽ മതി. വില്വാതിരി, കടയിലേക്ക് പോക്കോളൂ. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വന്നിട്ട് ഇന്ന് തന്നെ 1000 രൂപ തന്നേക്കാം. ബാക്കി 1000 രൂപ എന്നാ വേണ്ടതെന്ന് അറിയിക്കാൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് ഒരു കത്ത് എഴുതിക്കോളൂ. സ്വാമി ദൈവം രക്ഷിക്കട്ടെ. രക്ഷിച്ചോട്ടെ. വില്വാതിരി കടയിലേക്ക് പോക്കോളൂ. ഞാൻ മദ്രാസിലോട്ട് ഒരു കത്ത് അയച്ചത് തന്നെ പേടിച്ച 2000 രൂപ എന്ന് പറയുന്നത് നിസ്സാര തുകയെ പറ്റോ? അല്ലേ, കത്ത് മദ്രാസിലോട്ട് ചെല്ലില്ല, അതിനു പിടിച്ചോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്തുവാ കത്താണോ? കത്തോ? രൂപ 1000 രൂപ അയച്ചതിന് ശേഷം അവൻ കത്ത് എഴുതിയുള്ളൂ. അപ്പച്ചൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ബാക്കി രൂപ എപ്പ വേണമെന്നൊന്ന് അറിയിച്ചാ മതി, ഉടനെ അയച്ചേക്ക് എന്നും പറഞ്ഞ് എഴുത്തു. അയ്യോടാ. ചാണ്ടി കുഞ്ഞി, ഈ രൂപ എങ്ങനെ എടുക്കും? കാപ്പി വിട്ടേ കഥ. രൂപ 1000 ഉണ്ട്. 1000 ഉണ്ട്. ബാക്കി രൂപ എപ്പ വേണമെന്ന് ഇപ്പൊ തന്നെ പറയാം. കാരണം എനിക്ക് മദ്രാസിലോട്ട് കത്തയക്കാനുള്ളൂ. അത് നമുക്ക് ജോണിക്കുട്ടിയായിട്ടൊന്ന് ആലോചിച്ചിട്ട് മദ്രാസ് കത്തയച്ച പോലെ. ഇല്ല ജോണിക്കുഞ്ഞ് എന്തിയടി? ഇത് ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയ ഉടനെ വലിയ മീൻ വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെന്ന് പറഞ്ഞ് പോയതാണ്. ഇപ്പൊ വരും. എനിക്ക് വന്നോട്ടെ. നമ്മുടെ ചെറുക്കനെ മദ്രാസിൽ എന്തുവാ പണി? അതുപോലെ പറഞ്ഞില്ലല്ലോ. അവന്റെ പണിയുടെ കാര്യം പറഞ്ഞാൽ നമ്മളൊക്കെ തമ്പിട്ട് പോകും. വലിയ നിലയല്ലേ ഈ 10,000 2,000 എന്നൊക്കെ പറഞ്ഞാൽ അവന് വെറും ഹരവാ. നമ്മുടെ ഒരു പെണ്ണും മദ്രാസിലുണ്ട്. മദ്രാസില്? അതാരാ? എന്റെ മോളെ തോശാമ. അവൾ അവിടെ നേഴ്സിംഗ. മത്തായിക്കുട്ടി അറിയോ എന്തോ? അവനറിയാനിടയില്ല. ഈ അന്യ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഇത്രയും വെറുപ്പുള്ള ചെറുക്കന് ഞാൻ കണ്ടിട്ടില്ല. എന്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല, അവനങ്ങനെ. അതാണ് വിത്ത് ഗുണം 10 ഗുണം. കേട്ടോറിയ ചെറുക്കൻ മദ്രാസിലാണെന്ന് അറിഞ്ഞപ്പം തൊട്ട് എനിക്കൊരാലോചന. എന്റെ കർത്താവേ, ഇതൊരു അതിശയം തന്നെയാണ്. എനിക്ക് ഇപ്പോഴും അങ്ങനെ ഒരു ആലോചന തോന്നലേ ഉള്ളൂ. പിന്നെ എനിക്കോ? ഞാനും കൂടി പറയാൻ പോവുകയായിരുന്നു. എങ്കിൽ ഏതാണ്ടൊക്കെ നടക്കുമെന്നാ എനിക്കും തോന്നുന്നത്. കറിയാച്ചാ, നമുക്കേ നമ്മുടെ മത്തായിക്കുട്ടിയുടെയും തോശാമയുടെയും കാര്യം കൂടെ ഒന്ന് ആലോചിച്ചാലെന്താ? അല്ല, ഏതായാലും നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോ അങ്ങനെ ഒരു ബന്ധം ഇരുന്നോട്ടെ. പെണ്ണും ചെറുക്കനും മദ്രാസിലാണ് താമസിക്കുന്നത്. കെട്ടിയിട്ടേച്ചാൽ അവിടെ കിടന്നു. എന്താ കറിയാച്ച എതിരുണ്ടോ? എതിരുണ്ടെങ്കിൽ വരാം. എനിക്കെന്തോന്നാ എതിര്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്ക് അതൊന്ന് ആലോചിച്ച് കളയാം. എന്താ, ഈ ചെറുക്കനെ ഒന്ന് കണ്ടിട്ടില്ല ഞാൻ.
ഇതിലാ. ഇതാണ് അവന്റെ മേലുവിലാ. തൊപ്പി അയ്യരെ സുഖമില്ലെങ്കിലേ വല്ല ആശുപത്രിയിൽ പോയി കിടക്കും. ഇത് മനുഷ്യന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്. സിംഹവും കൽപ്പിച്ചൊന്നുമല്ല. കാശ് എണ്ണി തന്നെ ചായ കുടിക്കാൻ വന്നു. സാറിന് എന്ത് വേണം? എന്തായി കാണുന്നു? ചായക്കിടയിൽ എഴുപത്താറ് ഇതൊന്ന് ക്ലീൻ ആക്കി വെക്കാൻ സാധിച്ചത് താൻ എവിടുത്തെ സൂപ്പർവൈസർ വീട്ടിലെ എന്താ വേണം സാർ? രണ്ട് സാധാ ദോശ ഒരു കാപ്പിയും. ഇവിടെ പഞ്ചാബി രണ്ട് സാധാ ദോശ ഒരു കാപ്പി വേഗം കൊണ്ടുവരണം കേട്ടോ. ആ എന്താ വീട്ടിലെ ഇവിടെ ശരിക്കുള്ള ആഹാരം കിട്ടുന്നുണ്ടോ? അവിടെ ചായ ആണോ? ഒന്നും വേണ്ട സാർ, എനിക്ക് വേണ്ടതല്ല ഇവിടുന്ന് തരുന്നുണ്ട്. നോക്കട്ടെ എന്തുവാണ്? 2 ദോശയും. ഇവിടെ ഈ ദോശ ആരാണ് ദോശ? പിന്നെ ഇങ്ങനെ മനുഷ്യനെ പറ്റിച്ച് മുതലാളിക്ക് കാശുണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ അവസാനം അനുഭവിക്കേണ്ടി വരും. നിന്റെ മുതലാളിയോട് പോയി പറഞ്ഞേ. ഒരു സമ്മതം. ബാക്കിയെടുക്കാൻ രൂപയൊന്നും തന്നില്ല. 5 രൂപ ഇവിടെ തന്നില്ലേ? ചായ കുടിക്കാൻ കാശെടുക്കണം മിസ്റ്റർ മര്യാദ. ഓ ബില്ല് മാത്രമേ ഞാൻ തന്നുള്ളൂ. 5 രൂപ സാറിന്റെ കയ്യിലുണ്ടോ? അപ്പൊ നിങ്ങളെന്താ പറയുന്നത്? അല്ല, ഓടുന്നതിൽ പോരട്ടെന്നില്ല അല്ലേ? എങ്ങനെ നോക്കിയൊക്കെ വരാതിരിക്കും? ഞങ്ങളിങ്ങനെ പിടിച്ചു വായിക്കുന്ന കാലത്ത് പല ഡാൻസുമാർ കൊടുക്കാല്ലേ? അത് ഞങ്ങൾ സഹിച്ചു. ഞാനൊരു ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ താമസിക്കാൻ ഒരു സ്ഥലവും കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കുഴപ്പം. എന്ത് കുഴപ്പം? താമസം തുടങ്ങുന്നതിന് മുമ്പ് 3 മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. അതിന് 50 രൂപ കുറവുണ്ട്. അത് നീ തരണം. അയ്യോ, ഞാൻ എന്റെ കയ്യിൽ 50 രൂപ നിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ നിന്റെ വലിയ സ്വാമിയോട് ചോദിക്കണം. അല്ലാതെ അത് പ്രയാസമുള്ള കാര്യമാണ് സ്വാമി. അപ്പൊ നീ ചോദിക്കുന്നില്ലേ വിനോദത്തിലെ നിന്റെ വലിയ സ്വാമിയാണെന്ന് കാണട്ടെ. നീ അവിടെ ജോലി ചെയ്യുന്ന എനിക്കൊന്ന് കാണും. അയ്യോ സ്വാമി, സ്വാമിക്ക് രൂപ ഞാൻ തന്നോളാം. അങ്ങനെ മര്യാദയ്ക്ക് വാ. അപ്പൊ എപ്പോഴാ രൂപ? എപ്പോഴാ വേണ്ടത്? നാളെ വൈകുന്നേരം കിട്ടിയാൽ മതി. നീ അങ്ങോട്ട് കൊണ്ടുവരുമോ അതോ ഞാൻ ഇങ്ങോട്ട് വരാം? വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. സ്വാമി വിലാസം മാത്രം തന്നാൽ മതി. ഈ രോഗത്തിനുള്ള ഏറ്റവും വലിയ മരുന്ന് വിശ്രമമാണ്. അതുകൊണ്ട് കുറഞ്ഞത് ഒരാഴ്ചത്തേക്ക് കടയിലെ തെങ്ങും പോകണ്ട. നിങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. കടയിലെ കാര്യം സാരമില്ല. നാളെ ഇവിടെ അടുത്തുള്ള ഒരു ദേവീ ക്ഷേത്രത്തിൽ എന്റെ വക ഒരു വഴിപാട് നടക്കുന്നു. അവിടെ വരെ പോകണമെന്നിരിക്കും. ഞാൻ ഒരു ടാക്സിയിൽ പോയി തൊഴുത് പ്രസാദം മേടിക്കും. ആ ടാക്സി തന്നെ ഇങ്ങോട്ട് മടങ്ങിപ്പോരാ. ഒരാഴ്ച കാലത്തേക്ക് ഈ കട്ടിലിൽ നനങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ അവസാനം എല്ലാവരും ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞത് ഞാൻ നാളെ രാവിലെ വരാം. അതിപ്പോ വലിയ ദുഃഖടായല്ലോ. അമ്പലത്തിലെ കാര്യത്തിന് ഇപ്പൊ എന്താ ചെയ്യാ? ക്ഷേത്രത്തിലുള്ള ആരെയെങ്കിലും തന്നെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചാൽ പോരെ വെച്ചാ? അയ്യോ, അത് പോരാ മോളെ. നമ്മളിപ്പെട്ട ആരെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. അതിനൊരു കാര്യം ചെയ്യാം. എനിക്ക് പകരം വില്വാതിരി നാളെ ഒന്ന് അമ്പലത്തിൽ പോകാം. അയ്യോ,
ഞാനും എനിക്കതിനുള്ള പരിചയമൊന്നും. അതെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നാളെ ഞാൻ പോയാൽ പിന്നെ കടയിൽ ആരാ സ്വാമി? നാളത്തെ കാര്യം നമുക്ക് വിട്ടന്നെ ഏൽപ്പിക്കാം. ഏതായാലും വില്ലുവാതിരി നാളെ രാവിലെ ഒന്ന് ഇങ്ങോട്ട് വരിക. ഞാൻ തന്നെ പോണോ സ്വാമി? ഏതായാലും നമ്മളിൽ ഒരാൾ പോയേ പറ്റും. അത് വില്ലുവാതിരി തന്നെ ആവുന്നതാ ഭേദം. നാളെ രാവിലെ ഏതായാലും ഇങ്ങോട്ട് വരിക. ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പൊ ഏതായാലും കടയിലേക്ക് പോകോളൂ. ക്ഷമിക്കുന്ന സ്വാമി, ഞാൻ ആവുന്നത്ര ഒഴിഞ്ഞതാണ്. ശക്തി കൊടുത്ത് എന്താ രക്ഷിച്ചിരിക്കുന്നത്? ഒന്നും മഹാവായ കൊടുക്കണം. ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കൊള്ളാം. ഞാൻ വിചാരിച്ച അമ്മയ്ക്ക് വല്ല ബാലവത്തിലാണ്. എന്തായാലും കിടന്ന് ഉറങ്ങ. നാളെ രാവിലെ അമ്പലത്തിൽ പോകേണ്ടതല്ലേ. സ്വാമി, രാവിലെ അമ്പലത്തിൽ ഞാൻ തന്നെ പോണോ സ്വാമി? അതെന്താ അങ്ങനെ ചോദിച്ചത്? എനിക്ക് ശരീരത്തിന് നല്ല സുഖമില്ല. കൊള്ളാം. വലിയ സ്വാമിക്ക് സുഖമില്ലാഞ്ഞിട്ടല്ലേ അമ്പിയോട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞത്? അപ്പൊ അമ്പിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാല് എനിക്ക് പകരം സ്വാമിക്കൊന്ന് പൊയ്ക്കൂടെ? അയ്യോ, ഞാനില്ല. നേരെ വെളുത്താലുടനെ അമ്പിയെ മഠത്തിലേക്ക് പറഞ്ഞേക്കണമെന്ന് വലിയ സ്വാമി എന്നെ ഏൽപ്പിച്ചാണ് വിട്ടിരിക്കുന്നത്. അതിന് പകരം ഞാൻ അങ്ങോട്ട് ചെന്നാല് വലിയ സ്വാമി എന്നെ തോടിക്കും. എനിക്ക് സുഖമില്ലാഞ്ഞിട്ടാണെന്ന് പറഞ്ഞൂടെ സ്വാമി? സുഖക്കേടൊക്കെ അമ്പലത്തിൽ ചെന്ന് തൊഴിലോട്ട് കഴിയുമ്പോ അത് പോകും. വലിയ സ്വാമിയെ വെളുപ്പിക്കാതെ രാവിലെ അമ്പലത്തിൽ പോയി കിടന്നോ. നാരായണ എന്താണ് ഇത്രനേരം ആലോചിക്കുന്നത്? ഇതെന്താ പിന്നിൽ നടക്കുന്നത്? ആണുങ്ങൾ മുന്നിലല്ലേ നടക്കേണ്ടത്? അത് ശരി. ഏതായാലും നടന്നു. എന്താ വീട്ടിൽ നിന്ന് കത്തുണ്ടായിരുന്നു? ഇല്ല. അല്ല, കത്ത് വന്നിട്ട് അതേക്കുറിച്ച് വല്ലതും ആലോചിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്.
എന്താ വരാത്തത്? അയ്യോ, എന്താണിത്? അയ്യോ, അയ്യോ. ഇതെന്ത് സംഭവിച്ചു? എന്തോ എനിക്കൊന്നും അറിയില്ല. വല്ല നേർച്ചയെ നേർന്ന് കാണും, അത് മുടങ്ങി കാണും. അല്ലാതെ ക്ഷേത്രത്തിനിടയിൽ വെച്ച് ബോധക്കേട് വരാൻ ഒരു കാരണം. നേരാണോ? വല്ല നേർച്ചയും മുടക്കിയിട്ടുണ്ടോ? ഉണ്ട്. കണ്ടോ എങ്ങനെ ഇരിക്കുന്നു? വഴിപാട് നടത്താതെ നീ എന്നെ വന്ന് കാണണ്ട എന്ന് നിശ്ചയിച്ച പിന്നെ കാണണ്ട. ഈശ്വരനോട് മാത്രം കളിക്കരുത്. ആ വഴിപാട് എന്താണെന്ന് വിചാരിച്ച് ഞാൻ പോയി കഴിക്കുകയാണ് നല്ലത്. നമുക്ക് പോകാം. ഇപ്പോൾ അസുഖം വല്ലതും തോന്നുന്നുണ്ട്? വിശേഷിച്ചൊന്നും. എന്തായിരുന്നു നേർച്ച? നേർച്ച ഒരു വെള്ളിക്കുരിശ്. വെള്ളിക്കുരിശോ? അതല്ല, വെള്ളിക്കുരിശ് പള്ളിയിലേക്ക്, അമ്പലത്തിലേക്ക് തുലാഭാരം. ഏതായാലും ശരി, പൂജയ്ക്ക് സമയമായി. നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. ഒറ്റയ്ക്ക് പോയാൽ മതി. ഇനി എന്റെ നേർച്ച നടത്താതെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഞാനില്ല. എന്നാ ശരി, ഞാൻ പോയിട്ട് വേഗം വരാം. അമ്പലത്തിൽ ചെന്നപ്പോ വലിയൊരു ആപത്തുണ്ടായി. അതെ അച്ഛാ, ഞങ്ങൾ രണ്ടുപേരും കൂടി ക്ഷേത്രത്തിന്റെ വാതിൽക്കൽ ചെന്ന ഉടനെ അദ്ദേഹം ബോധം കെട്ട് വീണു. ബോധം കെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഭയപ്പെട്ടു പോയി അച്ഛാ. വിളിച്ചിട്ടും അനക്കവേ ഇല്ല അച്ഛാ. അദ്ദേഹം അച്ഛാ. അതെ അച്ഛാ. ഇപ്പോഴും അമ്പലപ്പറമ്പിൽ തന്നെ കിടക്കാണോ? അല്ലച്ചാ, എന്റെ പുറകെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഓടിപ്പോന്നതാണ്. ഉപകാരം. നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് പുഷ്പാഞ്ജലി നേദ്യമൊക്കെ നടത്തിയോ? മംഗളമായി നടന്നച്ചാ. എന്നാ സമാധാനായി. മോൾ അവിടെ ഇരുന്ന് പറയാനുള്ളതെല്ലാം അങ്ങ് പറഞ്ഞു. അച്ഛൻ ഇവിടെ കിടന്നുകൊണ്ട് ഇതെല്ലാം കേട്ടോളാം. അയ്യപ്പാ ശരണം. വില്ലുവാതിരി വന്നോ? വില്ലുവാതിരിക്ക് ഏതാണ്ട് ബോധക്കേടുണ്ടായെന്നും പറഞ്ഞ് ഇവർ ഇവിടെ കിടന്ന് ബോധം കെടാൻ പോവായിരുന്നു. എന്താ ബോധക്കേട് വല്ലതും ഉണ്ടായോ? അല്ല, ഒരു ചെറിയ തലകറക്കം പോലെ. അങ്ങനെ ചെറിയ തലകറക്കമോ? ബോധമില്ലായിരുന്നു വെച്ചാ. എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ? ബോധക്കേടുണ്ടാകാൻ കാരണം എന്താണെന്നറിയാമോ? വഴിപാട് നേർന്നിട്ട് നടത്താനിട്ടാ. വഴിപാടോ? അതെ, എന്റെ അമ്മ എനിക്കൊരു തുലാഭാരം നേർന്നിട്ടുണ്ടായിരുന്നു. അതിതുവരെ നടത്തിയില്ല അല്ലേ? ഇല്ല. തുലാഭാരം പഴത്തിലോ ശർക്കരയിലോ? പഴത്തിൽ. എന്തൊക്കെയായാലും വഴിപാട് മാത്രം മുടക്കരുത്. അത് മുടക്കുന്നത് ആയുസിന് വരെ കേടാ. അത് ഉടനെ തന്നെ കൂടെ നടത്തിക്കണം. വച്ച് താമസിപ്പിക്കരുത്. മനസ്സിലായോ പറഞ്ഞത്? ഹോട്ടൽ ലക്ഷ്മി നിവാസ് ഇത് തന്നെ. ഈ പാത്രം കെട്ടുന്നൂടെ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യണം. എന്ത് പറയാതെ ശരിക്കിരിക്കാൻ വയ്യ. അയ്യോ പാവം. എന്നാ നമുക്ക് നിന്നോണ്ട് തന്നെ ചായ കുടിക്കണേ. ഞാൻ ആളെ കാണാൻ വന്നതാ. ആളെ കാണാൻ വന്നതാണോ? അതെ കട്ടാലേ, ഞാൻ അറിയത്തില്ല. പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് ഘട്ടത്തിൽ ഇങ്ങനെ അറിയാൻ നോക്കുന്നത്? പേരറിയാം. പേരറിയാവോ? പേരെന്തുവാ? പേര് എന്തുവാ? പേരെന്തുവാ? എന്നോടാണ് ചോദിക്കുന്നത്. പേര് ഈ കൊച്ചു പിള്ളേർക്ക് വരുന്ന ഒരുമാതിരി ചുമയുണ്ടല്ലോ. വില്ലഞ്ചുമയോ? വില്ലോദ്ര വൈദ്യുതി. അങ്ങനെ കാണുമെന്നാണ്. മാത്യുവിന്റെ സ്നേഹിതൻ വില്ലോദ്രിയാണ് നമ്മൾ. അതെ, എവിടെ നിന്ന് വരുന്നു? ഞാനൊരു കായ കൊടുക്കുന്നത്. എനിക്ക് മത്തായി കുട്ടി ഒന്ന് കാണാം. ഏത് മത്തായി കുട്ടി?
മത്തായിക്കുട്ടി അറിയത്തില്ലേ? നിങ്ങളുടെ കൂടെ താമസമെന്ന് മത്തായിക്കുട്ടി അപ്പച്ച പറഞ്ഞല്ലേ? അങ്ങനെ തന്നെയാണല്ലോ എനിക്ക് മേലുല്ലാസം തന്നത്. ആ മത്തായിക്കുട്ടിയുടെ കാര്യമാണോ? ആ മത്തായിക്കുട്ടി എനിക്കറിയാം. നിങ്ങൾ മത്തായിക്കുട്ടിയുടെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം തുടങ്ങാൻ പോകും. മത്തായിക്കുട്ടി എവിടെ താമസിക്കുന്നത്? എന്തോ ബന്ധം തുടങ്ങാൻ പോകുന്നു പറഞ്ഞല്ലോ. മത്തായിക്കുട്ടിയുടെ സഹോദരിയുടെ കല്യാണത്തിന്റെ കാര്യമായിരിക്കും. അതെല്ലാം ഞാൻ മത്തായിക്കുട്ടിയോട് പറഞ്ഞോളാം. കാര്യം എന്താണെന്ന് എന്നോട് കൂടി ഒന്ന് പറഞ്ഞുകൂടെ? ഞാൻ മത്തായിക്കുട്ടിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ്. കൂട്ട് വേറെ, രഹസ്യം വേറെ. ഇത് രഹസ്യമാണ്. മത്തായിക്കുട്ടിയോട് മാത്രമേ പറയൂ. മത്തായിക്കുട്ടി ജോലിക്ക് പോയിരിക്കുക. വൈകുന്നേരമേ വരികയുള്ളൂ. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് കറങ്ങിട്ട് വരാം. മറ്റേ ഒന്ന് കണ്ടുകളയാ. ഏതായാലും കാത്തു കുടിച്ചിട്ട് പോകാം. നീ അതിന് ഇത്രയേറെ വിഷമിക്കുന്നതിന് ആ കിളവൻ വന്നതുപോലെ മടങ്ങിപ്പോക്കോളൂ. നീ ഇതിന്റെ കാര്യം നോക്കി. അങ്ങനെ വിടാൻ പറ്റില്ല സ്വാമി. അതിന് കാര്യമുണ്ട്. സ്വാമി എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. രക്ഷിക്കണം? അതെ. എങ്ങനെ? ഈശ്വരനെ വിചാരിച്ച് സ്വാമി ഒന്ന് മത്തായി ആകണം. എങ്ങനെ അയാൾ മടങ്ങി പോകുന്നവരെ സ്വാമി ഒന്ന് ഞാനാകണം. നീ വേറെ വേണ്ട. എടാ ക്രിസ്ത്യാനി ബ്രാഹ്മണനായത് പോലെ നീ ബ്രാഹ്മണൻ ക്രിസ്ത്യാനിയാവും അല്ലടാ. എടാ സത്യം നീ ആളെ മതമായിട്ട് ഇറങ്ങിയിട്ടില്ലേ? വേദിയിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ സ്വാമി. ഞാൻ നേരത്തെ എന്നെ വില്വാദ്രിയാണെന്ന് പറഞ്ഞുപോയി. ഇനിയിപ്പോ മത്തായിയാണെന്ന് പറയാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. മത്തായി ഈ വൈകുന്നേരത്തെ വണ്ടിക്ക് നാട്ടിൽ പോയെന്ന് പറഞ്ഞാല് കിളവൻ തിരിച്ചു നാട്ടിൽ പോകും. അയാളെങ്ങനെ തിരിച്ചയക്കാൻ പറ്റില്ല സ്വാമി. എന്റെ സഹോദരി കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ അപ്പച്ചനാണെന്നാ തോന്നുന്നത്. വിവാഹകാര്യത്തെ കുറിച്ച് എന്നോട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. അത് മത്തായിയോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചിരുന്നാൽ കഴിഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു സ്വാമി. കഴുത്ത് കണ്ടിച്ചാലും കിളവൻ പറയും. അത് മത്തായിക്കുട്ടിയോട് മാത്രമേ പറയൂ. സംഗതി രഹസ്യമാണ് എന്ന് പറഞ്ഞ് നടക്കുക. ഓ ഇനി രഹസ്യമാണ്. അതിലെ എനിക്ക് പരിഭ്രമം. നാശമായി. എന്നെ പിടിച്ച് മത്തായി ആക്കിയേ അടങ്ങൂന്നാണല്ലോ കിളവന്റെ സിദ്ധാന്തം. കുറച്ച് സമയത്തേക്ക് മതി സ്വാമി. എങ്ങനെയെങ്കിലും ആ കിളവന്റെ കയ്യിൽ നിന്ന് രഹസ്യം അടിച്ചെടുത്തിട്ട് കൈയും കാലം കെട്ടി വണ്ടിയിട്ട് നമുക്ക് പറഞ്ഞേക്കാം. അതുവരെ സ്വാമി ഒന്ന് ഞാനാകെ. അല്ല പിന്നെ എനിക്കൊരു സംശയം. അയാൾ വല്ല സീഡി മറ്റുമാണ്. സീഡിയോ? കൊഞ്ചു പോയിരിക്കുന്ന ഇയാളെ പിടി സീഡിയാക്കുന്നവരെ. അല്ലെങ്കിൽ തന്നെ എന്നെ സീഡി അന്വേഷിച്ചു വരുന്നത്. സ്വാമി സ്വാമി വിളിച്ചു. ശരി, എനിക്കൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേഷവും കെട്ടാം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്തൊക്കെ ചെയ്യും? സ്വാമി ആദ്യമായിട്ട് സ്വാമി മാല അങ്ങോട്ട് കഴുത്തിലിട. കാണാം. ഭഗവാനെ ശ്രീകൃഷ്ണ, ക്ഷമിക്കണേ, രക്ഷിക്കണേ. അല്ല സാമനിപ്പോ എവിടെ ഉണ്ട്? ആൾക്ക് അടുത്ത് തന്നെ ഉണ്ട്. എവിടെയാണെന്ന് ഒതുക്കുന്നതെന്ന് അറിയാതെ ഞാനിങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു. അപ്പോഴാണ് പുള്ളിക്കാരൻ ഒരു മാജിക് കണ്ടത്. ഉടനെ ആളുടെ ഇടയിലോട്ട് ഓടിക്കായിരുന്നു. எடுக்க மாட்டோம்.
വലിയ സ്ഥാപിയാണ്. ഓഫീസിൽ നിന്ന് എപ്പോ ഞാനിപ്പോ വന്നത്. ഇതേ നേരത്തെ വന്നതാ. താൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇത് കൊള്ളാം. മത്തായി അന്വേഷിച്ചു വന്നാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരണോ? ഓ, എന്നെ അന്വേഷിച്ചു. എവിടുന്നാ വരുന്നേ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇനി എന്തോ പറയാനോ സ്വാമി? ഇനി കല്യാണം തീരുമാനിക്കണം, പോണം, അല്ല എന്തോന്നാ? ഞാൻ ഇതൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നത്. ചെറുക്കനെ എനിക്ക് നല്ല കഷ്ടമായിട്ട് പിടിച്ചു. ചെറുക്കനെ പെണ്ണിനെ പിടിക്കും. ഇതുപോലെ തന്നെ നല്ല തടിയ. കല്യാണം എന്ന് നടത്തണമെന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കണോ അതോ വീട്ടിൽ ചെന്നിട്ട് തീരുമാനിക്കണം? അത് മാത്രം പറഞ്ഞു. മത്തായിയുടെ സഹോദരിയുടെ കല്യാണക്കാര്യമായിരിക്കും പറയുന്നത്. അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യങ്ങളല്ലേ. എന്റെ പെങ്ങളുടെ മകനാണ് മത്തായി കുട്ടിയുടെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. പക്ഷെങ്കിൽ ഞാൻ പറയുന്നത് എന്റെ മോളും മത്തായി കുട്ടിയും തമ്മിലുള്ള കല്യാണക്കാര്യം. സ്വാമി ചതിച്ചോ കർത്താവേ? സ്വാമി എന്തിനാ ഞങ്ങളുടെ കർത്താവിനെ വിളിക്കുന്നത്? അല്ല, കല്യാണം കഴിഞ്ഞാൽ പിന്നെ മത്തായിക്കുട്ടി ഞങ്ങളെ മറന്നു കളയുമല്ലോ എന്ന് വിചാരിച്ച് കർത്താവിനെ വിളിച്ചു പോയതാ. പിന്നെ കല്യാണം നടത്തായിരിക്കണം. അല്ല, അത് ശരിയാ. മത്തായിക്കുട്ടിയുടെ വീട്ടുകാരുമായി ഇതേക്കുറിച്ച് ആലോചിച്ചു. അവിടുത്തെ ആലോചനകളൊക്കെ എപ്പോഴേ കഴിഞ്ഞു. എന്നാൽ ചെറുക്കനെ ഒന്ന് കണ്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുക്കനെ പിടിച്ചു. കേട്ടടാ മത്തായിയെ, എനിക്ക് നിന്നെ പിടിച്ചടാ മോനെ. അപ്പോ കാരണവര് ഇന്ന് എന്റെ നാട്ടിലേക്ക് മടങ്ങുകയായിരിക്കും. അതെന്തൊരു മടക്കമാണ്. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണാം. മോളെ മത്തായി കുട്ടിക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഞങ്ങള് മാത്രം ഇഷ്ടപ്പെട്ട പോലെ ചെറുക്കനും പെണ്ണിനും ഇഷ്ടമാണോ എന്ന് അറിയാം. അതിന് നാട്ടിൽ പോയല്ലേ പറ്റുള്ളൂ. അതിന്റെ നാട്ടില് ശോശാമി കൂടെ ഉണ്ടല്ലോ. ആരായി ശോശാമ? നീ കെട്ടാൻ പോകുന്ന പെണ്ണേ എന്റെ മോള്. അപ്പോ മകളെ മദ്രാസിൽ തന്നെ ഉണ്ടോ? പിന്നെ അവൾ ഇവിടെ നേഴ്സിംഗാ. അവരുടെ കോട്ടയിലാണ്. കോട്ടയിലും ക്വാർട്ടേഴ്സ് ആയിരിക്കും. ഇനി അവളെ കാണാം. അപ്പൊ ഇന്നിനി മകളുടെ കൂടെ ആയിരിക്കും താമസം. അവിടെ താമസിക്കാൻ നോക്കത്തില്ല. അവിടെ താമസിക്കുന്ന പെൺപിള്ളേര് ആണുങ്ങളെ കാറ്റ് കൊള്ളാൻ പാടില്ലെന്നാ നിയമം. അതുകൊണ്ട് തോശാമേനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോട്ട് വരാൻ പോകും. അതെന്തിന്? ഏതായാലും മദ്രാസ് വരെ വന്നതല്ലേ. 2-3 ദിവസം ഇവിടെ താമസിച്ചിട്ട് ഇവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് പോകാം. അതുവരെ തോശാമയും ഇവിടെ നിൽക്കട്ടെ. ഇവര് തമ്മിൽ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യുള്ളൂ. എവിടെ താമസിക്കുന്നവരായി പറഞ്ഞു? അതെന്താ മത്തായിക്കുട്ടി നീ അങ്ങനെ പറഞ്ഞത്? നിനക്കിവിടെ വീടുള്ളപ്പം ഞങ്ങൾ വേറെ വല്ലതും താമസിക്കും. ഞങ്ങള് 2 പേരും നിന്റെ കൂടെ തന്നെ താമസിക്കണം. ആ കാര്യത്തിലൊന്നും നീ ബുദ്ധിമുട്ടണം. അപ്പോ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെയാണ്. ഞാൻ 2 ദിവസത്തേക്ക് ഇവിടെ തന്നെ കാണും. അയ്യോ അയ്യോ, ഈ സാധനത്തെ എന്നെ ഏൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെടാൻ വിചാരിച്ചു. ഞാനിവിടെ നടന്നുകൊണ്ട് വിളിക്കുള്ളൂ. എന്റെ സഹകരിച്ചില്ല. എന്റെ പൊന്നു സ്വാമി, ഞാൻ വേണമെങ്കിൽ സ്വാമിയുടെ അടിനായിക്കൊണ്ട എന്നെ രക്ഷിക്കുന്നു. പോയി എവിടെയാണ് കുളിക്കുന്നത്? കുളിച്ചിട്ട് എനിക്ക് പെണ്ണിന്റെ അവിടെ ചെന്നു. അല്ല, ഇവിടെ നമ്മുടെ അവിടെ കിണറാണ്. കിണറ്റി വേണി ഇറങ്ങി കുളിക്കാം, അല്ലെങ്കിൽ കരയിൽ പോയി. ദൈവം, ഈ കണ്ടാമൃഗത്തിൽ എന്നെ ഒന്ന് രക്ഷിക്കണേ ഭഗവാനെ. വലിയ സ്വാമിയുടെ മകൾ സാറിനെ വിളിക്കുന്നു. വലിയ സ്വാമിയുടെ മകൾ? ആര്? എന്നെ? അതെ. എവിടെ നിൽക്കുന്നു? ദാ കാറിൽ ഇരിക്കുന്നു. എന്താ വിശേഷം? എനിക്ക് അറിഞ്ഞുകൂടാ. സാറിനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ പറഞ്ഞു.
കാറിലേക്ക് ഒന്ന് കയറും. ഒരു സ്ഥലം വരെ പോകണം. ഇവിടെ നോയിക്കോളൂ, ഞാനിപ്പോ വന്നേക്കാം. இது அப்படி கொஞ்சம் இறக்கி வைக்கிறீங்களா? എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിന് ഒരു നേർച്ചയുണ്ടായിരുന്നു, ഒരു തുലാഭാരം. അദ്ദേഹം അത് നടത്തിയില്ല. അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ മുമ്പിൽ വരുമ്പോഴൊക്കെ തലകറക്കമുണ്ടാകുന്നു. എങ്കിലും അതൊന്ന് ചെയ്തേക്കാമെന്ന് വെച്ചു. ഓഹോ, എനിക്ക് വേണ്ടിയാണോ? പിന്നെ എനിക്ക് വേണ്ടിയാണെന്നാണോ വിചാരം? അല്ല, എന്റെ നേർച്ചയാണെങ്കിൽ ഞാൻ കൂടി അറിയേണ്ടതായിരുന്നു. ഇപ്പോഴറിഞ്ഞില്ലേ? അതുപോലെ അതുപോലെ അതൊക്കെ മതി. സ്വന്തം ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നേരത്തെ അനുവാദം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം ആൾക്കാരുടെ കാര്യത്തിൽ അത് ശരിയായിരിക്കാം. പക്ഷേ ഞാൻ അങ്ങനെ നിങ്ങളുടെ ഒരു ശമ്പളക്കാരനല്ലേ? അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല. എന്നാലും സത്യം അതാണല്ലോ. ശരി, എങ്ങനെയുമാകട്ടെ. തുലാഭാരം നടത്തിയിട്ട് ബാക്കി കാര്യം. വരൂ. ഇല്ല, ഞാൻ അങ്ങനെ വരും. എന്താ? എന്റെ നേർച്ച ഞാൻ തന്നെ നടത്തിക്കൊള്ളും. എന്താ? എനിക്ക് നടത്തിക്കൂടെ? അത് പാടില്ല. ഒരാളുടെ നേർച്ച അന്യാൾ നടത്താൻ പാടില്ല. ദയവ് ചെയ്ത് ഇനി ആ പദം പറയരുത്. നിങ്ങൾ അന്യ ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഏതായാലും ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. നമുക്ക് മടങ്ങിപ്പോകാം. മടങ്ങിപ്പോകാനോ? അപ്പോൾ നേർച്ചയോ? നേർച്ച ഇനി ഒരിക്കൽ ഞാൻ തന്നെ നടത്തിക്കൊള്ളും. അതെന്തിനാ അങ്ങനെ മാറ്റിവെക്കുന്നത്? അതിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായിട്ടല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്. ക്ഷമിക്കണം, ഇനി ഞാൻ തുറന്നു പറയാം. മറ്റൊരാളുടെ സഹായം കൊണ്ട് എന്റെ നേർച്ച നടത്തുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ക്ഷമിക്കണം. ഓഹോ, ഇതായിരുന്നു കാര്യം. സ്നേഹമുള്ള ഒരാളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ഒരപമാനമായി കരുതുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കണ്ടോ, ഉടനെ തെറ്റിദ്ധരിച്ചല്ലോ. തെറ്റിദ്ധാരണയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ അങ്ങോട്ട് കരുതുന്നത് പോലെ തന്നെ ഇങ്ങോട്ടും കരുതുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ പറയുന്നത് വേണ്ട, ഒന്നും പറയണ്ട. അഭിമാനത്തിന്റെ പേരിൽ ഒരു നേർച്ച പോലും വേണ്ടെന്ന് വെച്ച ആളിന്റെ വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട. ഏതായാലും ശരി, ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന ഈ സാധനങ്ങളൊന്നും ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നില്ല. അയ്യാ, ഇതെല്ലാം കൊഞ്ചം ഉള്ള കൊണ്ടുപോയി കൊടുത്തിട്ടേങ്ങളാ? എന്താ? വെളിയിൽ പോയിരിക്കുക. നീ അവിടെ നിന്ന് കഥാനുഭവത്തിനെയും കൈയും കലാശം ഒന്നും കാണിക്കണ്ട. എന്നാലും എന്റെ മത്തായിക്കുട്ടി, അല്ല വില്വാസി, നീ എന്നോട് ഈ ചെയ്ത് ചെയ്യണ്ടേ? ഇക്കണക്കിന് പോകാറുണ്ട്. ആ കിളവനെ ഞാൻ ചിലപ്പോ തട്ടിക്കളഞ്ഞു. അയ്യോ, അയ്യോ, ഇങ്ങനെ ഉണ്ടോ ഒരു സാധനം? ഇന്നലെ നീ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ കുടിക്കണമെന്നായി, കുടിപ്പിച്ചു. മയങ്ങണമെന്നായി, മയക്കി. മയങ്ങി കഴിയുമ്പോൾ വിശക്കുന്നു. ഞാൻ കൊച്ചിയോടെ പോയിട്ട് 2 പഴച്ച വാങ്ങിച്ചു. കുറെ ഇറച്ചി വേണം, ഇറച്ചി വാങ്ങിച്ചു. ഉള്ള മീൻ വാങ്ങിച്ചു. ഉള്ള മുട്ട വാങ്ങിച്ചു. ഇറച്ചി മുട്ട മീൻ കൊണ്ടുവന്ന് കൊണ്ടുപോകും.
കർത്താവിന്. കർത്താവ് അതെന്തിനാ? പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥന കഴിയാതെ കിളവൻ ആഹാരം കഴിക്കത്തില്ല പോലും. പിന്നെ കർത്താവിന് വേണ്ടി ഞാനൊരു നടപ്പ്. ഓഹോ, അങ്ങനെയാണോ ഈ ചിത്രം ഇവിടെ വന്നത്? പിന്നെ അല്ലാതെ പ്രത്യക്ഷപ്പെട്ടാണെന്നാണ് എന്റെ വിചാരം. അത് കേട്ടോ, പ്രാർത്ഥനയും ഊണും എല്ലാം കഴിഞ്ഞ് കിടക്കാൻ സമയത്ത് വരുന്നു വേറെ ആരാ? വാദം. യാത്ര ചെയ്തുകൊണ്ട് വാദം കോപിച്ചു പോയി. പിന്നെ നേരം വെളുക്കുന്നവരെ ഞാൻ അവിടെ കൈയും കാലും ഒക്കെ തിരികെ കൊടുക്കേണ്ടി വന്നു. ഇത് വല്ലതും നീ അറിയുന്നുണ്ടോ? അറിയുന്നുണ്ട് സ്വാമി. എനിക്ക് വേണ്ടി സ്വാമി അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ അറിയുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. ആ കിളവൻ പോകുന്നവരെ സ്വാമി നിന്ന് രക്ഷിക്കും. അല്ലെങ്കിൽ എന്റെ സഹോദര വിവാഹം മുടങ്ങിപ്പോകും സ്വാമി. സത്യത്തില് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ സഹിക്കുന്നത്. ഇതിനിടയിൽ വേറൊരു കുഴപ്പമൊന്ന് ചാടിയിരിക്കുന്നു. അതാണ് ഇതിലേറെ ശല്യം. അതെന്താ? നമ്മുടെ വല്യസ്വാമിയുടെ മകളെ, അവൾക്ക് എന്നോടൊരു പ്രേമം. വല്യസ്വാമിയുടെ മകൾ? അതേ സ്വാമി. അയ്യോ, എന്ത് പേടിയാണ്. എന്നാ അത് കൂടി ഞാൻ വിട്ടേരെ. പേടിക്കാതെ എന്ത് ചെയ്യും സ്വാമി? ഒരു ക്രിസ്ത്യാനിയായ ഞാൻ. ഈ പ്രേമത്തിന് ക്രിസ്ത്യാനിയിൽ നിന്നും നമ്പൂതിരിയിൽ നിന്നൊന്നുമില്ല. അവിടെ എല്ലാം കാമുകന്മാരാ. ചുമ്മാ പ്രേമിച്ചോ. അത് ഞാൻ വല്യസ്വാമിയോട് ചെയ്താൽ ഒരു നന്ദികേടായിരിക്കില്ലേ? മദ്രാസിൽ വന്ന് അലന്തിരിഞ്ഞാൽ എനിക്ക് അദ്ദേഹം ഒരു ജോലി തന്നു. എന്റെ സഹോദരന്റെ കല്യാണത്തിന് 2000 രൂപ തരാമെന്ന് സമ്മതിച്ചത് കൂടാതെ 1000 രൂപ അഡ്വാൻസ് ആയി തരികയും ചെയ്തു. അങ്ങനെയുള്ള അദ്ദേഹത്തെ ഞാൻ വേദനിപ്പിച്ചാൽ ദൈവം എന്നെ വെറുതെ വിടുമോ? എന്ന് പറഞ്ഞാൽ നീ പ്രേമമായിട്ട് അങ്ങോട്ട് ചെന്നില്ലല്ലോ, ഇങ്ങോട്ടല്ലേ വന്നു? ചെന്നാലും വന്നാലും സൂക്ഷിക്കേണ്ടവൻ ഞാനാണ്. ഇനി വേറൊരു കാര്യം. പ്രേമഭംഗം വന്ന പെണ്ണും ചവിട്ടേറ്റ പാമ്പും ഒരുപോലെ, രണ്ടും പ്രതികാരം ചെയ്തടങ്ങി. സ്വാമിയുടെ മോളെ പ്രേമാഭ്യർത്ഥനയുമായിട്ട് നിന്റെ പിന്നാലെ വരും. നീ സ്വാമിയേ ശരണമയ്യപ്പാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു വന്നു. ആ പെണ്ണിന് രസിക്കുമോ? അങ്ങനെ വരുമ്പോൾ പെണ്ണി എന്ന സ്വാമിയോട് നിന്നെ പറ്റി കുറെ നുണകൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന് വയ്ക്കുക. സ്വാമി ഉടനെ നിന്നെ വിളിക്കും. 1000 രൂപ തിരിച്ചു വാങ്ങിക്കും. പിന്നെ കുറച്ചുകൂടെ അടുത്തോട്ട് മാറ്റി നിർത്തിട്ട് പറയും, നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു. അയ്യോ, അങ്ങനെ പറയരുതേ സ്വാമി. പറയാതിരുന്നോണ്ട് എന്ത് പ്രയോജനം? നടക്കാൻ പോകുന്നതല്ലേ. വാങ്ങിയ രൂപ ഉടനെ തിരിച്ചു കൊടുക്കുകയും വേണം. തരാമെന്ന് പറഞ്ഞ 1000 രൂപ ഒട്ട് കിട്ടാനും പോകുന്നില്ല. എങ്ങനെ ചെയ്യുന്നു? സഹോദരൻ വളരെ ഭംഗിമായിട്ട് തന്നെ നടക്കാൻ പോയില്ലേ? നീ മദ്രാസിൽ വന്നതും ഈ പാടെല്ലാം പറ്റവും നിന്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടിയുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒരു നിസ്സാര പ്രേമം കാരണം അത് തകരാൻ പോവുകയാണ്. അങ്ങനെ തകർക്കണം. പിന്നെ ഈ പ്രേമിക്കുന്നവരെല്ലാം വിവാഹം കഴിക്കണമെന്ന് നിയമമൊന്നുമില്ല. നീ പ്രേമിക്കുന്നു ഒരു അഭിനയം കാണിച്ചുണ്ടാവും. ഇതാമത്തായി ഇത്ര വീട്. ആ കൂടെ വരുന്ന പെണ്ണേതാ? അയ്യോ, ദോശമ്മയായിരിക്കും. ദോഷമ്മ? അയാളുടെ മോള് ശ്വാസമ്മ. അല്ല, ഇതാര് സ്വാമിയോ? ഇതാണ് മോളെ ഞാൻ പറഞ്ഞ സ്വാമി, നമ്മുടെ മത്തായി കുട്ടിയുടെ കൂട്ടുകാരൻ. ഇതാണ് എന്റെ മോൾ റോഷാം. മോളെ, ഇതാണ് നമ്മുടെ മത്തായി കുട്ടി. കേട്ടോ മത്തായി? ഞാൻ അവിടെ ചെന്ന് ഇവിടെ അവധി ഒരുക്കിച്ച് കൊണ്ടുപോകുന്നു. ഞാൻ പോകുന്നിടം വരെ അവരോട് നിൽക്കട്ടെ. എന്താ? അതേതായാലും നന്നായി. അപ്പോ ഇനി ഞാനൊന്ന് പൊയ്ക്കൊള്ളട്ടെ, പിന്നെ കാണാം. അയ്യോ, അങ്ങനെ പോയാലും. അങ്ങനെ പോട്ടെ. നമ്മുടെ സ്വജാതികളുടെ ഒരു അനുജാതിക്കാരനെ പിടിക്കുന്നു. എന്റെ മത്തായി കുട്ടി വല്ലാതെ വിശക്കുന്നു. എവിടുന്ന വല്ലതും കഴിക്കുന്നത്? നമുക്ക് ഇന്നലെ കഴിച്ചിടത്തുനിന്ന് തന്നെ. അയ്യോ, അത് വേണ്ട. പോറ്റി ഹോട്ടലിലെ ഊണെന്ന് കേൾക്കുമ്പോഴേ എന്റെ വയറ്റിൽ അസുഖം തുടങ്ങും. എങ്കിൽ നമുക്ക് ബുഹാരിയുടെ മറ്റേ പോകാം അപ്പച്ച. അതെവിടെയാ? അതൊക്കെയുണ്ട്. അപ്പച്ചനെ ഇറച്ചിയും മീനും കിട്ടിയാൽ പോരെ? അത് മതി. വാവതായി. ചിക്കൻ.
കോഴിയാണോ എനിക്ക്? തടസ്സം ഒന്നും പറയണ്ട. ഭായി 3 പാത്രം കപ്പ വേവിച്ചതും 3 പാത്രം കാളയിറച്ചി പറ്റിച്ചൊരു കഞ്ചി അപ്പച്ച. ഏപ്പാ ഒരു മുടി ചിക്കൻ റോസ്റ്റ്, റെഡ് ബട്ടർ, സീക്രട്ട്. നല്ല ഒന്നാന്തരം പൊരുന്ന കോഴിയാ. പിന്നെ കോഴി ആരെന്നായിരിക്കും? നേർച്ച കോഴിയെ തിന്നാൻ മനസ്സിന് ഇങ്ങനൊരു വിഭ്രാന്തി ഉണ്ടാവും. എന്റെ കർത്താവേ, ഇവന്റെ കൂടെ ഇവിടെ കെട്ടിക്കയറ്റ ഇവൻ അസമയത്ത് വസ്താർത്ഥം കയറി പോവല്ലോ. അപ്പൊ ഇത് നിർത്ത എന്താ വഴി അപ്പച്ച? കരയെന്താ മോളെ, നമുക്ക് അച്ഛന് വേറൊരു കോഴിയെ വെച്ചുകൊടുക്കാം. അപ്പോൾ ഇവന്റെ പൂ അങ്ങ് വെക്കും. സാമിയെ ഒന്ന് കാണണമായിരിക്കും. ഇവിടെ ഇല്ല. എവിടെ പോയിരിക്കാനെന്ന് അറിഞ്ഞാൽ കൊള്ളാം. വരുമ്പോൾ ചോദിച്ചു പറയാം. ഇതേ എന്നോട് പിണക്കമാണ്. ഇണങ്ങാനും പിണങ്ങാനും ഞാനാണ്. ഞാൻ അന്യല്ലേ? അന്യ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയാനായിരിക്കും ഭാവം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ തന്നെ എനിക്ക് അന്യനാണ്. വേണ്ട വേണ്ട, ഭംഗി വാക്കൊന്നും പറയണ്ട. ഭംഗി വാക്കൊന്നുമല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞു വന്നേ ഉള്ളൂ. കഴിയുമെങ്കിൽ വിശ്വസിക്കും. എന്റെ ആത്മാവിന്റെ ഒരു ഭാഗമാണ് ഗീത. എന്നിട്ടാണോ എന്നെ കാണുന്നിടത്ത് വെച്ചെല്ലാം നിങ്ങൾ ഒഴിഞ്ഞു മാറി കളയുന്നത്? എന്റെ മുഖത്ത് നോക്കി ഒന്നും ചിരിക്കാനുള്ള ദൈവം പോലും നിങ്ങൾ കാണിക്കാറില്ലല്ലോ. ആ കാര്യത്തിൽ ഗീത തെറ്റിദ്ധരിക്കരുത്. നമ്മൾ തമ്മിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധമുണ്ടെന്ന് വലിയസ്വാമി അറിഞ്ഞാൽ... ഈ വലിയസ്വാമി എന്ന് പറയുന്നത് എന്റെ അച്ഛനല്ലേ? ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുമായി ഒന്ന് സംസാരിച്ചു പോയെന്ന് വെച്ച് എന്റെ അച്ഛൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയാലെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഗീതയ്ക്ക് പറയാം. പക്ഷേ എന്റെ ജോലിയാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ വീണ്ടും ജോലി അന്വേഷിച്ച് പട്ടണത്തിലാണ്. ഗീതയ്ക്ക് സുഖമായി വീട്ടിൽ കഴിയാം. അല്ലാതെ ഇല്ല, അതൊരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ കൂടി ഇല്ലാതെ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയില്ലെന്നുള്ളത് തീർച്ചയാണ്. ഗീത ആലോചിച്ചാണോ സംസാരിക്കുന്നത്? എല്ലാം ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്കിനി അറിയേണ്ടത്. എന്റെ അഭിപ്രായം? അതെ, ഇതേക്കുറിച്ച് ഞാൻ അച്ഛനോട് ചോദിക്കാൻ പോവുകയാണ്. എന്റെ ആഗ്രഹത്തിനെതിരായി അച്ഛൻ നിന്നാൽ
ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ പിന്നാലെ ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വന്നാൽ നിങ്ങൾ എന്നെ സ്വീകരിക്കുമോ എന്നാണ് എനിക്കിനി അറിയേണ്ടത്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്തൊക്കെയാണ് ഈ പറയുന്നത് മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കിച്ച ഇത് ഇത്ര കാര്യം ആ ഹോട്ടലിലേക്ക് പോവാം. ഞാൻ അങ്ങോട്ട് വരുന്നത്. ഞാൻ എതിർത്താലും നീ അവന്റെ കൂടെ പോകും അല്ലേടി? ഈ വില്ലുവാതിരി എന്ന് പറയുന്ന ആരാണെന്ന് നിനക്ക് അറിയാമോ? എടി അറിയാമെന്നാ ചോദിച്ചു. അറിയാം. അവൻ എന്റെ ശമ്പളക്കാരൻ. നീ ആരാണ് അറിയാം? എടി അറിയാമോ? അറിയാം. എന്റെ മകൾ എന്റെ ശമ്പളക്കാരന്റെ കൂടെ ഇറങ്ങി പോകാന്ന് പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്താകുമെന്ന് നീ ആലോചിച്ചത്? എടി ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ സ്നേഹിക്കുന്ന ആളിനെ എന്റെ അച്ഛ ഞാൻ വിവാഹം ചെയ്യേണ്ടത്. നിന്നോട് ആര് പറഞ്ഞു സ്നേഹിക്കാൻ? നിനക്ക് സ്നേഹിക്കാൻ എന്റെ ശമ്പളക്കാരനെ മാത്രമേ കണ്ടു അല്ലേടി? സ്നേഹത്തിന് കണക്കപ്പിള്ളേ കാര്യത്തിനൊന്നും ഇല്ലാതായിരിക്കും നീ പറയാൻ പോകും. അതൊക്കെ സിനിമയിലെ സ്നേഹം. എന്റെ അനുവാദം കൂടാതെ നീ അവന്റെ പിന്നാലെ അങ്ങനെ ഇറങ്ങി പോയാൽ വേണ്ടച്ച, ബാക്കി പറയണ്ട. അച്ഛൻ സമ്മതിച്ചാൽ മാത്രം മതി. സമ്മതിച്ചില്ലേ നീ അവന്റെ പിന്നാലെ ഇറങ്ങി പോകും അല്ലേ? അദ്ദേഹത്തോടൊന്നിച്ച് പട്ടിണി കിടന്ന് മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. അത്രയ്ക്കാണ്. എന്നാ എനിക്ക് അത് തന്നെ പട്ടിണി കിടക്കാൻ തയ്യാറാണ്. താൻ പട്ടിണി കിടന്ന് മരിക്കാൻ തയ്യാറാണോ? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. താൻ എന്റെ മകളെ സ്നേഹിക്കുന്നു? ഇല്ല. ഇല്ലേ? പിന്നെ അവൾ പറഞ്ഞത്? അയ്യോ, എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാം. നിങ്ങൾ തമ്മിൽ എത്ര കാലമായി സ്നേഹമായിട്ടെന്നും നിങ്ങളുടെ തീരുമാനം എന്താണെന്നും എനിക്ക് നല്ലോണം അറിയാം. ഇതെല്ലാം സ്വാമിയുടെ തെറ്റിദ്ധാരണയാണ്. സ്വാമി ഉദ്ദേശിക്കുന്ന പോലുള്ള സ്നേഹമൊന്നും എനിക്കില്ല. എടോ, മനുഷ്യനായ നന്ദി വേണം. അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ വന്ന തനിക്ക് ഞാനൊരു ജോലി തന്നു. തന്റെ പാട്ട് കേട്ടിട്ടോ പടം കണ്ടിട്ടോ എന്റെ മകൾ തന്നെ തേരിക്കുകയും ചെയ്തു. ഇപ്പോൾ താൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഞാൻ തന്നെ വെറുതെ വിടുകയും. താൻ എന്നെ ശരിക്കും മനസ്സിലാക്കി. എന്റെ പേര് ശേഷാദ്രി എന്നാണെങ്കിൽ തന്നെ കൊണ്ട് ഞാൻ എന്റെ മകളെ വിവാഹം കഴിപ്പിക്കും. അയ്യോ സ്വാമി, സ്വാമി ഇനി ഒന്നും പറയണ്ട. അടുത്തുള്ള ശുഭമുഹൂർത്തത്തിൽ താനും ഗീതയുമായിട്ട് വിവാഹം നടക്കും. തന്റെ വീട്ടുകാരെ ആരെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉടനെ അറിയിച്ചോളൂ. ഇനി ഈ തീരുമാനത്തിൽ മാറ്റമില്ല. ഇന്ന് തന്നെ വീട്ടിൽ കത്തെഴുതിക്കോളൂ. അവൻ ഇങ്ങനൊരു കത്തയച്ചാൽ ഞാൻ അവരോട് എന്ത് സമാധാനം? ഇവൻ ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. അത് മാത്രമാണ് 2000 രൂപ പറഞ്ഞതിൽ 1000 രൂപയും കൊടുത്തു കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ കല്യാണം മാറ്റി വെക്കണമെന്ന് എന്ന് പറഞ്ഞാൽ അവരെ അപ്പന്റെ പേര് ഒരു ഗ്രഹിക്കൂല. അതിന് ഞാൻ എന്നാ കഴിക്കുന്നേ? അപ്പന്റെ പേരല്ലേ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. എടി പെണ്ണെ, അവനെ ജോലി കളയാൻ കാര്യം എന്താ എഴുതിയിരിക്കുന്നത്? ജോലി കളഞ്ഞിട്ടില്ല അമ്മച്ചി, കളയാൻ പോകുന്നു. അതുകൊണ്ട് രൂപ അയക്കാൻ പറ്റത്തില്ല, പഴയ മേഖലത്ത് കത്തും അയക്കില്ല എന്നൊക്കെ എഴുതിയിരിക്കുന്നേ. ഇപ്പോ ഒരു നരസിംഹയുടെ കെയർ ഓഫിൽ കത്തയക്കാനാണ് എഴുതിയിരിക്കുന്നത്. അയാളുടെ കൂടെ താമസം. അവനെങ്ങനെ നരദൗര്യത്തിന്റെ പുലിയുടെ കൂടെയൊക്കെ താമസം നടന്നാൽ പോലെ ഇവിടത്തെ കാര്യം വല്ലതും അവൻ അറിയുന്നുണ്ട്. എങ്ങനെ ഗുണം പിടിക്കാനാ? നിന്റേതല്ലേ മകൻ? അത് കൊള്ളാം. രൂപ അയക്കുന്നതിന്റെ കാര്യം എന്റെ മകനായി. പിന്നെ എന്റെ മകനാണ്. വാക്കിന് വരിയില്ലാത്തവൻ എന്റെ മകനല്ലേ? ഞാൻ അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ ഇവിടെ കിടന്ന് അതും പറയാതെ അവിടെ ചെന്ന് ചെറുക്കിന് എന്നാ പറ്റിയെന്ന് തിരക്കേച്ചും വാ. പിന്നെ വേറൊന്നും വേണ്ട. നിന്റെ മകനെ തിരക്കി ഞാൻ മദ്രാസിലോട്ട് പോകണം അല്ലേ? കറിയാടെ അപ്പൻ പോകും. എന്നാൽ കറിയ പോകില്ല. നിന്റെ അവിടെ ഒരു കാര്യം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പച്ചൻ ഇന്ന് പോകുന്നെന്ന് വല്ലതും പറഞ്ഞു? ഇല്ല, എന്നിടത്തും പറഞ്ഞില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കിട്ടാൻ മതി. ഇല്ലെങ്കിൽ അപ്പച്ചൻ പോയാൽ ഉടനെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകേണ്ടി വരില്ലേ? ഹോസ്റ്റലിലേക്ക് പോയാലോ? പിന്നെ കാണാനൊക്കെ കാണാം. എന്നാലും ഇതുപോലെ ഒരുമിച്ച് താമസിക്കാൻ ഒക്കുന്നു. അതുകൊണ്ട്
അതിനൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നീ ധൈര്യമായിട്ടിരിക്കേ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചാണ്ടിക്കുഞ്ഞി എന്ന് വന്നു മദ്രാസിലോട്ട്. ഞാൻ വന്നിട്ട് 8-10 ദിവസമായി. വേണ്ടെന്ന് വേണ്ടെന്ന് എന്നാ പിടിച്ചു. എങ്കിലും എന്റെ പൊന്നിനറിയാച്ച വരുന്ന വിവരത്തിന് ഒരെഴുത്തേക്കൊണ്ട് വരാൻ പാടില്ലായിരുന്നു. കണ്ടപ്പോഴേ ഞാൻ അങ്ങ് അമ്പരന്ന് പോയി. പെട്ടെന്ന് പോരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവന് വിടിയില്ലേ മത്തായി കുട്ടി? അയ്യോടാ, മത്തായി കുട്ടി അവിടെ പോരാ. അവനെ കണ്ടിട്ടിരിക്കാം. എവിടെ എടാ മത്തായിക്കുട്ടി? മത്തായിക്കുട്ടി എന്താണ് അപ്പച്ച? മത്തായിക്കുട്ടി ഇല്ലേ മോളെ? ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് വന്നില്ലല്ലോ. ചേട്ടാ പിന്നെ മത്തായിക്കുട്ടിയോടെ പോയി. ഏതായി പെണ്ണ്? ഇതല്ലേ എന്റെ മോള് ദോശമ്മ. കെട്ടൊക്കെ കഴിഞ്ഞോ? അതെന്തൊരു വർത്തമാനം. അറിയാതെ കല്യാണം നടന്നു. അല്ല, അറിയാൻ ഞാൻ ചോദിച്ചതാ. അവനെവിടെ? മത്തായിക്കുട്ടി. ചേടാ, ഇത് വലിയ അതിശയകരമായിരിക്കുന്നല്ലോ. ഉഴുതോണ്ട് എന്നെ കാലെ കള്ളം കൊണ്ടുവരെ കാണുന്നു. മത്തായിക്കുട്ടി, ഇത് വലിയ അതിശയമാണല്ലോ. എടാ മത്തായിക്കുട്ടി ഇല്ലേ വരുന്നു. ആരാണെന്ന് കല്യാണത്തിന് ചൂണ്ടി കാണിച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അവൻ എന്നെ കണ്ടുകൊണ്ട് മാറിക്കളഞ്ഞതായി. അതിനൊരു കാര്യം. എന്താണ്? വല്ല ഏടാവൂടെ ഒപ്പിച്ചായിരിക്കും. അവൻ എനിക്കൊരു കത്തയച്ചിരുന്നു. അത് കിട്ടിയ ഉടനെ ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ വരട്ടെ. ഇപ്പോഴല്ലേ സംഗതിയുടെ ഗൗരവം പിടികിട്ടിയത്. അതേ സ്വാമി തന്നെയാണല്ലോ. സാധന സ്വാമി നമുക്ക് ചോദിച്ചാൽ സാറിന് നമ്മുടെ മത്തായിക്കുട്ടി എവിടെ കയറി കിട്ടും? ഞാൻ ചോദിക്കുന്നത് കേൾക്കാൻ പാടില്ലേ സ്വാമി? നമ്മുടെ മത്തായിക്കുട്ടി അവിടെ ഞാൻ കണ്ടോന്നു. എന്റെ കർത്താവേ, സ്വാമിക്ക് എന്നാ പറ്റി? സ്വാമി വിളിക്കുന്നത് ഇവൻ എന്ന് മുതലാ ചാവിയായി? കറിയാച്ച അബദ്ധം പറയരുത്. കറിയാച്ചത് ബിരുമാതിരി അയ്യന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? അദ്ദേഹമായത് സ്വാമി നമ്മുടെ മത്തായിക്കുട്ടിയെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. എന്ത് താൻ എന്നെ കടഞ്ഞത്? താൻ എന്നെ കള്ളു കുടിച്ചത്? ഇതാ എന്റെ മകൻ മത്തായിക്കുട്ടി. മത്തായിക്കുട്ടിയോ? കറിയാച്ചന് കണ്ണു പിടിക്കാത്തതുകൊണ്ട് ഈ കണ്ണാടി കള്ളു കുടിച്ചോട്ടെ വൈദിക്കണം. എന്റെ മകനെ കാണാനേ കണ്ണാടി ഒന്നും വേണ്ട. സ്വാമി ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. കറിയാച്ചനെ കണ്ണ് കാണാൻ പാടില്ലാത്തോണ്ടാ. വളരെ വൃത്തികിട്ടവനെ നീ എന്തൊക്കെയാണോ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്? ഇയാൾ എന്തൊക്കെയാണോ പറയുന്നത്? ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി അപ്പച്ച. അപ്പച്ചനും പിന്നെ എന്റെ മകൻ എന്നെ അളിയാന്ന് വിളിക്കണം. കർത്താവേ, ഇത് നേരാണോ പറയുന്നത്? കറിയാറ്റിന്റെ മത്തായിക്കുട്ടിയാണോ ഇരിക്കുന്നത്? തനിക്ക് എന്താണോ അത്ര സംശയം? ഇവൻ എന്റെ മകനല്ലെന്ന് തനിക്ക് വല്ല വാനോ? അല്ല കറിയാച്ച, ഇതിനിടയ്ക്ക് വേറെ അബദ്ധം പറ്റിക്കിടക്കൂട്ട് കറിയാച്ച. അപ്പോഴേ മത്തായിക്കുട്ടിയാണെന്ന് പറഞ്ഞത് നേര് തന്നെയാണോ? അതെ. അപ്പൊ മറ്റേ ആള് അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതനാണ്, നരസിംഹ അയ്യർ. നര? അദ്ദേഹം ബ്രാഹ്മണനാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എടി ദോഷാമോ, എടി മോളെ, ആള് മാറിപ്പോയി. ഈ നിൽക്കുന്നതാ മത്തായിക്കുട്ടി. മറ്റേ ഏതാണ്ടൊരു സിംഹമാണ്. കർത്താവേ, സ്വജാതി പോലും ബ്രാഹ്മണ. ഇതെന്താണോ തനിക്ക് മകൾക്ക്? ഇത് എന്നാ പറ്റി?
എന്താണത്? എന്താ നിന്റെ വായിൽ നാക്കല്ലേ? ശരി, ഇനി ഉള്ളതൊക്കെ തുറന്നു പറഞ്ഞു. എനിക്കിവിടെ ഒരു ബ്രാഹ്മിൻസ് ഹോട്ടലിലാണ് ജോലി. സാരമില്ല ശോശാമ്മി, ഇതൊന്നും മനഃപൂർവ്വം ചെയ്തായിരുന്നു. അറിയാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഞാനതിന് സമാധാനം ഉണ്ടാക്കാം. ഞാൻ കാണിച്ചത് ഒരു വഞ്ചനയാണെന്ന് എനിക്കറിയാൻ പറ്റും. ജോലി കിട്ടാൻ ഒരു മാർഗവുമില്ലാത്തത് കൊണ്ട് ഞാനൊരു ബ്രാഹ്മണനാണെന്ന് പറഞ്ഞു പോയത് അപ്പച്ചനോട് ക്ഷമിക്കുക. ഞാൻ ക്ഷമിക്കാണ്, ക്ഷമിക്കാം. എടാ, ജോലിക്ക് തന്നെ മരിക്കാൻ പോണെന്ന് പറഞ്ഞാലും ഒരു സത്യക്രിസ്ത്യാനി അന്യാസിക്കാനാണെന്ന് പറയില്ല. ഈ ഒരു ക്രിസ്ത്യാനിമല്ല, എന്റെ മൈനമല്ല. അങ്ങനെ നേരെ ഞാൻ പുറത്തോട്ട് വരട്ടെ. ഞാനിവിടെ നേരത്തെ വന്നിട്ടാണെങ്കിൽ ഇത് കൊല്ലത് പറയുന്നു. എന്തായാലും ഒരാൾമാരാട്ടക്കാരുടെ പെങ്ങളെ എന്റെ പെങ്ങളെ കൊണ്ട് ഞാൻ തന്നെ അനുസരിപ്പിക്കുന്നത്. അറിയാച്ചാ, ഞാൻ പോവുക. കള്ളസ്വാമി, സ്വാമി, ഓശാമേ, ഓശാമേ. തീർന്നില്ലേടാ, എല്ലാം തീർന്നില്ല. നിന്റെ പെങ്ങളുടെ കല്യാണം മുടക്കി വൃത്ത കിട്ടവനെ. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാനിന്ന് എന്നെ പോകും. ഏതായാലും അപ്പച്ചൻ ഇന്ന് വന്നതല്ലേ ഉള്ളൂ. നാളെ നമുക്ക് ഒരുമിച്ച് മടങ്ങിപ്പോകാം അപ്പച്ചൻ. വേണ്ട വേണ്ട, നീ ഇനി അങ്ങോട്ട് വരണം. എവിടേക്ക് കേട്ടു? കറിയാച്ചാ, കറിയാച്ചാ, എന്റെ മോളെ കണ്ടോ? എന്റെ മോളെ കണ്ടോ? കണ്ടു. എവിടെ കറിയാച്ചാ? കറിയാച്ചാ. സ്വാമി കണ്ടോ? അതിന്റെ മത്തായിക്കുട്ടി കണ്ടോ? ഞാൻ കണ്ടില്ല. കർത്താവേ, ഞാൻ അവിടെ എല്ലാം അന്വേഷിച്ചു. ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കുന്നത്? കർത്താവേ, എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. ഓയേ, വണ്ടിക്ക് തല വെച്ച് ഹാസ്റ്റലിലേക്ക് മടങ്ങിപ്പോയി കാണും. ഒരു തകടമൊക്കെ എന്നോട് ചോദിച്ചാൽ പോകാൻ പാടില്ല. ഇനി ഞാൻ എവിടെ ചെന്ന് അന്വേഷിക്കും? ഞാൻ പോയി ഒന്ന് അന്വേഷിക്കാൻ പറ്റില്ല. ഇനി ഇവിടെ നിന്ന് അയാളുടെ പെണ്ണിന്റെ കാര്യത്തിലൂടെ ഞാൻ സമാധാനം ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പോകുകയാണ്. പക്ഷേ പോകുന്നതിനും ഒരു കാര്യം കൂടി അറിഞ്ഞപ്പോ, നിന്റെ മുതലാളി സ്വാമിനൊന്നു പറഞ്ഞില്ലേ 1000 രൂപ അയച്ചത്? ഇവിടെ ആരെങ്കിലും ഒരു ശമ്പളക്കാരൻ 1000 രൂപ കട കൊടുക്കും. പോരാത്തതിന് 1000 രൂപ പിന്നെ തരാമെന്നൊരു വാക്ക്. ഇടാ, സത്യം പറയാൻ നീ രൂപ അയാളുടെ കടയിൽ ഓട്ടിച്ചതല്ല. അയ്യോ അല്ലപ്പച്ച, അദ്ദേഹം ഈ കടം തന്നതാ. നീ പറയുന്നത് നിന്റെ അപ്പനായ ഞാൻ വിശ്വസിക്കാണ്. അതിനെ വേറെ ആളെ നോക്കണം. നീ ആൾമാറാട്ടക്കാരനാണ്. മോഷണം മാത്രമല്ല, ഒരാളെ കൊല്ലാൻ കൂടി മടിക്കാത്തവനാണ്. നീ രൂപ മോഷിച്ചതാണെന്ന് എന്നെങ്കിലും ഞാൻ അറിഞ്ഞു. നിന്നെ ആ നിമിഷം ഞാൻ തന്നെ പിടിച്ച് പോലീസിൽ ഓർമ്മിക്കും. അപ്പച്ച, പുറകെ വിളിക്കണം, ഗുരുത്വം കിട്ടണം. പച്ച നീ അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാനേ. അമ്പി എങ്ങോട്ട് പോവുക? എങ്ങും പോകുന്നില്ല, വെറുതെ അങ്ങനെ. അതൊന്നുമില്ല, നിങ്ങളുടെ യാത്രക്ക് ഒരുങ്ങുന്നതിൽ തോന്നും, അതുകൊണ്ട് ചോദിച്ചതാ. വലിയ സാറ് പറഞ്ഞയച്ചു, മടം വരെ ഒന്ന് വന്നേച്ചു പോരെ. വലിയ സ്വാമിയും എന്തിനാ? വലിയ സ്വാമിയോട് കുറച്ച് രൂപ വാങ്ങിച്ചിട്ടുണ്ടോ? അത് ഞാൻ 2 ആഴ്ചക്കുള്ളിൽ തിരിച്ചു കൊടുത്തോളാമെന്ന് പറയും. നിങ്ങൾ പൊയ്ക്കുള്ളൂ. അത് പറഞ്ഞാൽ പറ്റിയില്ല. അമ്പയം വിളിച്ചോണ്ട് എല്ലാവളെന്നാണ് വലിയ സ്വാമി എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. സ്വാമി എന്നെ എവിടെയെങ്കിലും കണ്ടില്ലെന്ന് പറഞ്ഞേച്ചാ മതി. അതിന് വേറെ ആളെന്നിരിക്കണം. അമ്പി എന്റെ കൂടെ വരുന്നോ അതോ ഞാൻ പോലീസിൽ അറിയിക്കുന്നു? വേഗം പറ. അയ്യോ വേണ്ട, ഞാൻ വരാം. നടക്ക്. വിട്ടൽ കടയിലേക്ക് പോകും. പോലീസിൽ അറിയിച്ചിട്ടില്ല. അതൊക്കെ ഞാൻ അറിയിച്ചോളാം. നിങ്ങൾ പൊക്കോളൂ. എടോ, താൻ എന്ത് വിചാരിച്ചു? എന്നെ അമ്മാനിക്കട്ടുള്ളത് കടന്നു കളയാൻ വിചാരിച്ചു.
തരാ സ്വാമി. സ്വാമി അതുവരെ എന്നോടൊന്ന് ക്ഷമിക്കണം. എടാ, രൂപയുടെ കാര്യമല്ല പറഞ്ഞത്. താനും എന്റെ മകളും തമ്മിൽ സ്നേഹമാണ്. സാധാരണഗതിയിൽ തന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കേണ്ടതാണ്. അതിനു പകരം ഞാൻ എന്റെ മകളെ തനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന് സമ്മതിക്കും. എനിക്ക് പരിചയമുള്ളവരോടെല്ലാം ഞാനത് പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാം തീരുമാനിച്ചതിന് ശേഷം താൻ ഇവിടുന്ന് ഒളിച്ചോടി പോയാൽ എന്റെ മകളുടെ ഭാവി എന്തായിരിക്കുമെന്ന് താൻ ആലോചിച്ചു. ഞാൻ മനുഷ്യരുടെ മുഖത്തെങ്ങനെ നോക്കുമെന്ന് താൻ ചിന്തിച്ചു. അവൾ വല്ല ബുദ്ധിമോശം കാണിച്ച അവൾ ആത്മഹത്യ ചെയ്യാൻ താൻ സമാധാനം പറയൂ. പറയോളൂ. താൻ എന്താ ഒന്നും പറയാത്തത്? എന്താ എന്റെ മകളെ തനിക്ക് ഇഷ്ടപ്പെട്ടു? ഇങ്ങനെ നിർബന്ധിച്ചാൽ അങ്ങ് ഇഷ്ടപ്പെടാത്ത ചിലത് ഞാൻ പറയേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത്. എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇതിൽ കാര്യമില്ല. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയണം. വേണം, അങ്ങറിയണം. ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ അങ്ങ് വാശി കാണിക്കരുത്. ഈ കാര്യത്തിൽ എനിക്ക് വാശിയുണ്ട്. ഇതെന്റെ മകളുടെ ഭാവിയുടെ കാര്യമാണ്, എന്റെ അഭിമാനത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് ഇത് പറയാതെ തന്നെ ഞാൻ വിടില്ല. ശരി, ഞാൻ പറയാം. കേട്ട് ഞെട്ടരുത്. അത് ഞാൻ നോക്കണം. ഞാൻ ബ്രാഹ്മണനല്ല. ബ്രാഹ്മണനല്ലേ? പിന്നെ ക്രിസ്ത്യാനിയാണ്. താൻ ഈ പറയുന്നത് സത്യമാണോ? അതെ സ്വാമി, എന്റെ പേര് മാത്യു എന്നാണ്. ഇതുവരെ ബ്രാഹ്മണനായി അഭിനയിച്ച താൻ ഒരു ക്രിസ്ത്യാനിയാണ്. ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ആരും അറിയുന്നതിന് മുമ്പ് ഞാൻ നാട് വിടാൻ ശ്രമിച്ചത്. താൻ ഒരു ഭയങ്കര വഞ്ചകനാണ്. താൻ എന്നെ കബളിപ്പിച്ചു, എന്റെ മകളെ കബളിപ്പിച്ചു, ഇപ്പോഴിതാ ഞങ്ങളുടെ മതത്തെയും കബളിപ്പിച്ചിരിക്കുന്നു. മതം എന്നൊക്കെ പറഞ്ഞാൽ വെറും നിസ്സാരമാണെന്നാണ് തന്റെ വിചാരം. തന്നെ ഞാൻ ഇനി വെറുതെ വിടുകയില്ല. തന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അയ്യോ, ചതിക്കരുത് സ്വാമി. ഒരു ജോലിക്ക് വേണ്ടി ഇങ്ങനെ ഞാൻ അഭിനയം കാണിച്ചു പോയതാണ്. ഇനി ഒരിക്കലും ഇങ്ങോട്ട് തെറ്റിൽ നിന്നും ഉണ്ടാകില്ല. സ്വാമിയുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇപ്രാവശ്യം എന്നോട് ക്ഷമിക്കണം. ഈ സുന്ദരിയാക്കി എനിക്ക് മാപ്പ് തരുന്ന സ്വാമി. എന്തൊക്കെ ആയാലും കുറച്ചു നാളെങ്കിലും താൻ എന്റെ ശമ്പളക്കാരനായി നിന്ന ആളാണ്. തന്നെയുമല്ല, അറിയാതെയാണെങ്കിലും എന്റെ മകൾ തന്നെ സ്നേഹിച്ചും. അതുകൊണ്ട് അയ്യോ സ്വാമി, ഇന്ന് തന്നെ ഞാൻ ഈ പട്ടണത്തിൽ നിന്ന് പൊയ്ക്കൊള്ളാം. ഇനി ഇങ്ങോട്ട് വരികയില്ല. എനിക്ക് മകനായിട്ടും മകളായിട്ടും ഗീത മാത്രമേ ഉള്ളൂ. അവൾ ആഗ്രഹിച്ച ഒരു പുരുഷനെ വിവാഹം ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വന്നാൽ മരണം വരെ അവൾ വേദനിക്കാൻ ഇടവരും. അതുകൊണ്ട് നിങ്ങളുടെ മതത്തിന്റെ കാര്യമൊന്നും പുറത്ത് പറയണ്ട. അതെല്ലാം രഹസ്യമായിട്ടിരിക്കട്ടെ. ഞാൻ എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. അയ്യോ സ്വാമി, ഇത് ശരിയാണ്. ഒരു ക്രിസ്ത്യാനിയായി ഞാൻ ഒരു ബ്രാഹ്മണ പെണ്ണിനെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നും ഇല്ലെങ്കിലും അതിൽ എനിക്ക് വിഷമമുണ്ട്. തനിക്കെന്ത് വിഷമം? മകളോടുള്ള സ്നേഹം കൊണ്ടോ മഹാമനസ്കത കൊണ്ടോ സ്വാമി ഈ കല്യാണത്തിന് സമ്മതിക്കുകയാണ്. പക്ഷേ എന്റെ കല്യാണം മാത്രം നടന്നാൽ പോരല്ലോ. പിന്നെ നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലോ. സ്വാമിയുടെ മതം പോലെ അല്ല ഞങ്ങളുടെ മതം. ഞാൻ എന്റെ മതത്തിൽ നിന്ന് മാറുകയോ അന്യമതത്തിൽ നിന്നും ഒരു പെണ്ണെ കല്യാണം കഴിക്കുകയോ ചെയ്താൽ ആ ബുദ്ധിമുട്ടുകൾ എനിക്ക് മാത്രമല്ല, എന്റെ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ ആ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായി വരും. എന്റെ സഹോദരിമാർക്ക് നല്ല ഭർത്താക്കന്മാരെ കിട്ടിയില്ലെന്ന് വരും. ക്രിസ്തീയ സമുദായത്തിൽ തന്നെ ഞങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് വരും. അതുകൊണ്ട് ഞാൻ കാരണം എന്റെ കുടുംബം വഴിയാധാരമാകാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഒരു ബ്രാഹ്മണനായ എന്റെ മകളെ വിവാഹം ചെയ്യാൻ ഒരു ക്രിസ്ത്യാനിയായ തനിക്ക് മനസ്സില്ലാതെ? മനസ്സില്ലാഞ്ഞിട്ടല്ല സ്വാമി, പിന്നെ മതമുള്ളതുകൊണ്ടായി. എന്നാലേ ഈ മതത്തിന്റെ കാര്യത്തിൽ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് എന്റെ മകളെ വിവാഹം കഴിച്ചോളൂ. ഞാനും ഒരു ക്രിസ്ത്യാനി. ഞാനും ഒരു ക്രിസ്ത്യാനിയാണെന്ന്. ക്രിസ്ത്യാനി? ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്. എന്നാലും മതത്തിന്റെ കാര്യത്തിൽ മത്തായിക്കുട്ടി എന്തുമാത്രം കടുകട്ടിയാണെന്ന് അറിയാൻ വേണ്ടിയാണ്
ഇത്രയും നേരം ഞാൻ പറയാൻ. അപ്പോഴേ അറിയാച്ചോ, ഇവിടെ ഞങ്ങൾ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നോ? ഈ നിൽക്കുന്നതല്ലയോ മത്തായിക്കുട്ടി, നാട് വിട്ടുപോയെന്ന് പറഞ്ഞ് കളിയാച്ചതല്ലയോ കയറ് വട്ടിക്കാൻ തുടങ്ങിയത്. എന്റെ പത്രത്തിൽ ഇവൻ ഇത്ര അപ്പനാണെന്ന് ഞാൻ അറിഞ്ഞു. അതൊരു പോക്കായി. പത്രോസ് അങ്ങനെ വെറും പത്രോസ് അല്ല, പുത്തംപുരയിൽ പൗലോസ് പത്രോസ്, പി പത്രോസ്, AO and PO ചേപ്പാട്. എടാ മണ്ട, നീ നിൽക്കുന്നതേ നിന്റെ വലിയ സ്വാമിയോ ശേഷാദ്രിയോ ഒന്നുമല്ല, ചേപ്പാട്ടുകാരൻ പൗരോസിയേട്ടന്റെ മകൻ പത്രോസാണ്. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവൻ നാട് വിട്ടു പോന്നതാ. ഇവിടെ വെച്ച് കണ്ടപ്പോഴത്തെ ആളെ പിടികിട്ടിയത്. ചത്തുപോയെന്നും പറഞ്ഞല്ല അവിടെ ഇരിക്കുന്നേ. നേരാണോ അപ്പച്ച? നേരാ മത്തായിക്കുട്ടി. ഞാനും മത്തായിക്കുട്ടിയെ പോലെ തന്നെ എന്തെങ്കിലും വേലയും പണിയും കിട്ടുമെന്ന് ഉദ്ദേശിച്ച് മദിരാശിയിലോട്ട് വന്നതാണ്. പല വേഷവും കെട്ടി അവസാനം ശേഷാദ്രിയായിട്ട് ഇങ്ങനെ കഴിയ. മോളറിയാത്തൊരു രഹസ്യമുണ്ട്. ഇവിടെ പറഞ്ഞതെല്ലാം നീ കേട്ടല്ലേ? മോളുടെ അമ്മ ഒരു ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നെങ്കിലും അച്ഛൻ ക്രിസ്ത്യാനിയാണ്. ആ രഹസ്യം ഇതുവരെ നിന്നെ ഞാൻ അറിയിച്ചിട്ടില്ല. അതിൽ നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? അത് കൊള്ളാം. ഇനി വിഷമിച്ചിട്ട് എന്തിനാ? അപ്പന്റെ അമ്മയുടെയും ജാതി ഏതായാലും അവന്റെ മകളായിട്ട് ജനിച്ചു പോയില്ലേ? അപ്പൊ അറിയാച്ചോ, അതങ്ങനെ തന്നെ നടക്കേണ്ടത്. ഏതെങ്ങനെ നടക്കട്ടെ എന്നാ? ഇവരുടെ കല്യാണ കാര്യം നടക്കട്ടെ നടക്കട്ടെ. ഞങ്ങളിപ്പോ ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷെ ഒരു അബദ്ധം പറ്റും. സ്നേഹത്തിനെതിരാണല്ലോ മതം. എങ്കിൽ അതങ്ങ് മാറിയേക്കാമെന്ന് കരുതി ഞാൻ പോയി ക്രിസ്തുമതം സ്വീകരിച്ചുകൊണ്ട് വന്നപ്പോ ഇവളൊട്ട് പോയി ഹിന്ദുമതം സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇവളിപ്പോ ചന്ദ്രികയും ഞാൻ ചെറിയാനും. ആഹാ, അപ്പോ ചന്ദ്രിക ചെറിയാന്മാര് ഇനിയും പോയി മതം മാറാൻ പോവുകയാണ്. അയ്യോ, ഞങ്ങൾക്കൊന്നും വയ്യോ. അങ്ങനെ മതം മാറാൻ തുടങ്ങിയ പിന്നെ മതം മാറാൻ മാത്രമേ സമയം കാണുള്ളൂ. ഞങ്ങൾ സബ്രേഷത്തിൽ പോയി ഞാൻ ചെറിയാനായിട്ടും ഇവള് ചന്ദ്രികയായിട്ടും വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് വന്നതേ അപ്പച്ചൻ പോയി അച്ഛനാണ്. എടീ, മതമെന്ന് പറയുന്നുണ്ടല്ലോ, നിനക്കൊക്കെ എടുത്ത് കളിക്കാനുള്ളതല്ല. മതം ഏതായാലും അവര് സ്നേഹിച്ചു പോയി, വിവാഹവും കഴിഞ്ഞു. ഇനി കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം? തന്റെ സുവിശേഷ പ്രസംഗവും എനിക്ക് കേട്ട താന് ക്രിസ്ത്യാനി ബ്രാഹ്മണം. നീ സുഖത്തെ ഇവിടെ കഴിഞ്ഞോ? ഞാൻ പോവാ. അവിടെ നീங்க ചാടിക്കുഞ്ഞേ, എന്തായാലും സമാധാനം ഇല്ലാത്ത കാര്യമുണ്ടോ? എടോ, തന്റെ കാര്യമൊക്കെ പതിയായിട്ടുണ്ടല്ലോ. ഞാൻ എന്റെ ചാണ്ടിക്കുഞ്ഞ്, ഈ കാര്യത്തിൽ ഇത്രയധികം വിഷമിക്കാൻ എന്തിരിക്കും? മതം ഏതായാലും നാം എല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന് ജാതിയും മതവും വല്ലതും ഉണ്ടോ? നമ്മളെ എല്ലാം ദൈവം രക്ഷിക്കും. ഒരു